അങ്ങനെയുള്ളൊരു കാലത്താണ് സ്വതന്ത്ര സമുദായം എന്ന് പറയുന്നൊരു സങ്കല്പനം ഈ മാധവൻ ആവിഷ്കരിക്കുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ ആശയമല്ല എന്നുള്ളതാണ്. ഒട്ടും നിസ്സാരമായ ഒരു ആശയമല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. എന്തിനാ പോയത്? ആ പോയതിൻ്റെ ചരിത്രം നമ്മൾ അന്വേഷിക്കണം. രാമായണം ചരിത്രമാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ആ കഥയുടെ പിന്നാലെ ഒന്ന് പോകണം. അപ്പോഴാണ് ആ കഥയിൽ വീണ് കിടക്കുന്ന സാംസ്കാരിക പശ്ചാത്തലം നമുക്ക് മനസ്സിലാവുക. ആ പശ്ചാത്തലം എന്ന് പറയുന്നത് വിശ്വാമിത്രന്റെ നേതൃത്വത്തിൽ രാമനുമായി നടന്ന യാത്ര എന്ന് പറയുന്നത് തദ്ദേശീയ ആദിവാസി ജനവിഭാഗങ്ങൾ താമസിച്ച സ്ഥലത്തേക്ക് കടന്നു കയറുന്ന ബ്രാഹ്മണാധിനിവേശത്തെയാണ് യഥാർത്ഥത്തിൽ ഈ വിശ്വാമിത്രന്റെയും രാമന്റെയും യാത്ര സൂചിപ്പിക്കുന്നത്. RSS രൂപീകരിച്ചതിൻ്റെ 100ാം വാർഷികം ഹിന്ദുത്വവാദികൾ ആഘോഷിക്കുന്ന ഒരു വേള കൂടിയാണ്. അത്തരമൊരു കാലഘട്ടത്തിൽ സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന പുസ്തകത്തിനും ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് RSS രൂപീകരിക്കുന്നതിൻ്റെ 12 ദിവസം മുമ്പ് പറഞ്ഞ ഗുരുവിൻ്റെ ആഴമേറിയ ദർശനവാക്യങ്ങൾക്കും ഇന്ന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഈ മാധവനും ഗുരുവും ആഴത്തിൽ തിരിച്ചറിഞ്ഞിരുന്നു ഈ ഇന്ത്യയിലെ അവർണ ജനവിഭാഗങ്ങളെ ഹിന്ദുക്കളായി നിലനിർത്തുന്നതിൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് ബ്രാഹ്മണ മതത്തിൻ്റെ കീഴിൽ അവരെ എക്കാലവും അടിമകളാക്കി അണിനിരത്തുന്നതിന് വേണ്ടിയാണ് എന്നുള്ളത് വളരെ ആഴത്തിൽ നാരായണ ഗുരുസ്വാമികളും ഈ മാധവനും തിരിച്ചറിഞ്ഞിരുന്നു. അടുത്തത് ഈ പുസ്തകത്തിൻ്റെ സ്വതന്ത്ര സമുദായം എന്ന പുസ്തകത്തിൻ്റെ പുതിയ പതിപ്പ് പ്രകാശനം ചെയ്യുന്ന ചടങ്ങാണ്. അത് പ്രകാശനം ചെയ്യുന്നത് ശ്രീ TS ശ്യാംകുമാറാണ്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീ E മാധവന്റെ പുത്രനായ ശ്രീ CM ബേബി ആണ്. ഞാൻ ശ്രീ TS ശ്യാംകുമാറിനെയും ശ്രീ CM ബേബിയെയും ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. പബ്ലിഷർ നിൽക്കൂ. ഞാൻ നിൽക്കാം. കുറച്ചു നേരം നീങ്ങുന്ന പുസ്തകം പ്രകാശിപ്പിച്ച ശ്രീ TS ശ്യാംകുമാറിനെ ഡോക്ടർ TS ശ്യാംകുമാർ, ശ്യാമിൻ്റെ ഒരു വിദ്യാർത്ഥിയായിട്ട് കരുതുന്ന ഒരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ശ്യാംകുമാറിനെ ഞാൻ ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. എല്ലാവർക്കും നമസ്കാരം. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറും എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനും കൂടിയായ MD നാരായണൻ മാഷ്, സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട സുഹൃത്ത് UT പ്രേംനാഥ്, PN ഗോപികൃഷ്ണൻ, എൻ്റെ പ്രിയങ്കരിയായ സുഹൃത്ത് ഡോക്ടർ വിനീത വിജയൻ, പുസ്തകം ഏറ്റുവാങ്ങിയ CM ബേബി, സദസ്സിലുള്ള ആദർശ മാഷ് ഉൾപ്പെടെയുള്ള ഏറ്റവും ആദരണീയരും ബഹുമാന്യരുമായ എൻ്റെ ആത്മസഹോദരങ്ങളെ, നാരായണ മാഷ് തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഞാൻ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയായിരുന്നു. ശരിയാണ്. ഞാൻ കാലടി സംസ്കൃത സർവകലാശാലയിൽ ഗവേഷകനായിരുന്ന കാലത്ത് മാഷ് അന്ന് കാലിക്കറ്റ് സർവകലാശാലയിൽ അധ്യാപകനാണ്. ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുവാനൊക്കെ തന്നെ മാഷ് നിരന്തരം കാലടിയിൽ എത്തുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മാഷിൻ്റെ ഒരു വിദ്യാർത്ഥിയാണ് എന്ന് പറയുന്നതിൽ ആത്മാഭിമാനവും സന്തോഷവും മാത്രമേ ഉള്ളൂ. മറ്റൊരു കാര്യം കൂടിയുള്ളത്, എൻ്റെ അധ്യാപകൻ കൂടിയായിരുന്ന ശ്രീ വേലായുധൻ വടവുകോട്, അദ്ദേഹം മരിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കുറേയധികം താളിയോലകൾ അദ്ദേഹം എന്നെ ഏൽപ്പിച്ചു. അത് ഏതാണ്ട് 2 വർഷ കാലഘട്ടത്തിലുടനീളം
ആ താളിയോല കെട്ടുകൾ എൻ്റെ കൈവശം ഇരിപ്പുണ്ടായിരുന്നു. താളിയോലകളുടെ പൊതുവായ ഒരവസ്ഥ എന്ന് വെച്ചാൽ അതിങ്ങനെ ഇന്ന് പൊടിഞ്ഞു പോകുന്നല്ലാതെ സമൂഹത്തിന് യാതൊരു പ്രയോജനം ചെയ്യുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് പൊതുവെ എത്താറില്ല. അങ്ങനെ ഇരിക്കുകയാണ് കാലടിയിൽ നാരായണ മാഷ് വൈസ് ചാൻസലറായിട്ട് എത്തുന്നത്. മാഷ് കാലടിയിൽ എത്തിയപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, പുസ്തകം ഈ താളിയോല കാലടി സംസ്കൃത സർവകലാശാലയ്ക്ക് സമർപ്പിക്കാം എന്ന് വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ താളിയോല സംസ്കൃത സർവകലാശാലയ്ക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കാൻ കാരണം മാഷ് കാലടി സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ കസേരയിൽ ഉള്ളതുകൊണ്ടാണ് ആ താളിയോല കാലടിയിൽ കൊടുക്കാൻ തോന്നിയത് എന്ന് ഈ വേദിയിൽ പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. അതുകൊണ്ട് വൈജ്ഞാനികമായി ഇത്തരം കാര്യങ്ങളെ നോക്കിക്കാണുന്നതിനുള്ള മാഷിൻ്റെ പ്രതിപത്തിയെയും സാമൂഹ്യ നീതിയെ സംബന്ധിച്ച ഉയർന്ന കാഴ്ചപ്പാടുകളും ഒക്കെ തന്നെ ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾക്ക് അന്ന് വലിയ ദിശാബോധം നൽകിയ ഒരു കാര്യമാണ് എന്ന് ഏറെ സ്നേഹത്തോടുകൂടി വേദിയിൽ ഓർക്കുകയും ചെയ്യുന്നു. രസകരമായൊരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കാവുന്നതായിരിക്കും. മാഷിൻ്റെ ക്ലാസ്സുകളെ സംബന്ധിച്ച് മാഷന്ന് കൂത്തിൻ്റെ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടിയാണ് വരുന്നത്. പക്ഷേ കൂത്തിൻ്റെ ആ ക്ലാസ്സിൽ കൂത്ത് ആരംഭിക്കുന്ന അരങ്ങിൽ ഒരു നിലവിളക്ക് കൊളുത്തി വെക്കുമ്പോൾ ആ നിലവിളക്കിൻ്റെ പ്രകാശം കലയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് മാഷ് ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ സംസാരിച്ചത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അത് വലിയ ചാർട്ടൊക്കെ വരച്ചിട്ടാണ് മാഷന്ന് അതിന് ഗ്രാഫൊക്കെ കാണിച്ചിട്ടാണ് ഞങ്ങൾക്കത് വിശദീകരിച്ച് തന്നത്. അപ്പോൾ വിളക്ക് എന്ന് പറയുന്നത് നമുക്കൊരു കേവലം വിളക്കാകാമെങ്കിലും ആ വിളക്ക് കലാ ആവിഷ്കാരത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും കാഴ്ചക്കാരൻ്റെ അനുഭൂതിയെ, സൗന്ദര്യ മണ്ഡലത്തെ അത് എങ്ങനെ നിർണ്ണയിക്കുന്നു എന്നും വളരെ ആഴത്തിൽ പഠിപ്പിച്ച മാഷിൻ്റെ ഒരു അധ്യാപനത്തിൻ്റെ സന്ദർഭത്തെയൊക്കെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. കാരണം ഇതൊക്കെ ഇത്രയും വിസ്തരിച്ച് പറയാൻ കാരണം മറ്റേതെങ്കിലും സന്ദർഭത്തിൽ ഇത്രയും വിസ്തൃതമായി പറയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ലാത്തത് കൊണ്ടാണ് മാഷിനെ തക്കം കിട്ടിയ അവസരത്തിൽ തന്നെ മാഷിനെ ഇരുത്തിക്കൊണ്ട് തന്നെ ഇതൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. അത് എൻ്റെ സ്നേഹവും ആദരവുമാണ് എന്ന് കൂടി സൂചിപ്പിക്കട്ടെ. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ് നാം ഇന്നുള്ളത്. പ്രത്യേകിച്ച് സ്വതന്ത്ര സമുദായം പോലെയുള്ളൊരു പുസ്തകം, അത് കടന്നുപോയ വർഷങ്ങൾ, അതിൻ്റെ ഒരു ചരിത്ര സന്ദർഭത്തിൻ്റെ മൂല്യത്തെ പറ്റി ആഴത്തിൽ പരിചിന്തനം ചെയ്തുകൊണ്ട് ഏറെ പ്രിയങ്കരനായ ഗഫൂർക്ക അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ഉദിച്ചതാണ് ഇന്ന് നടന്ന പകൽ മുഴുവൻ നടന്ന സെമിനാർ. അതുകൊണ്ട് ആദ്യം തന്നെ ഈ സെമിനാറിന് മുൻകൈയെടുത്ത, ഇന്ന് വളരെ കൂലങ്കഷമായി വളരെ ഗൗരവത്തിൽ ആഴത്തിൽ സ്വതന്ത്ര സമുദായത്തെ മുൻനിർത്തി ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ച പ്രിയങ്കരനായ ഞങ്ങളുടെ ഗഫൂർക്കയ്ക്കും അതുപോലെ തന്നെ ഇതിൻ്റെ സംഘാടകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്നേഹാദരവുകൾ ആദ്യമേ തന്നെ പ്രകടിപ്പിക്കട്ടെ. കാരണം സ്വതന്ത്ര സമുദായം എന്ന പുസ്തകം ഇവിടെ ഉണ്ട്, അത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് കേരള സമൂഹം ഇന്ന് ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് തോന്നുന്നത് ഒരു നിസ്സാര കാര്യമല്ല എന്നുള്ളതാണ് ഈ സ്നേഹാദരവുകൾക്ക് അർഹമായ നിലയിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന പുസ്തകം രചിക്കപ്പെടാനിടയുള്ള ഒരു സാഹചര്യം? സ്വതന്ത്ര സമുദായം എഴുതപ്പെടാൻ പല സാഹചര്യങ്ങളുണ്ട്. പലതരത്തിലുള്ള സംവാദങ്ങളുടെ കേന്ദ്രത്തിലാണ് സ്വതന്ത്ര സമുദായം അവതരിപ്പിക്കപ്പെടുന്നത്. ഈ മാധവൻ എഴുതുന്ന സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന ആശയം സഹോദരൻ അയ്യപ്പനും മറ്റു പല നവോത്ഥാന കർത്തൃത്വങ്ങളും അത്തരം ആശയം പങ്കുവച്ചിട്ടുണ്ട്. പക്ഷേ ഈ മാധവൻ്റെ ഈ സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന പുസ്തകം എഴുതപ്പെടാനൊരു പ്രത്യേക സാംസ്കാരിക സാഹചര്യമുണ്ട്. അത് കേരളത്തിൽ അരങ്ങേറിയ മതപരിവർത്തനങ്ങളുടെ ഒരു സംവാദ ചരിത്രമുണ്ട്. ആ സംവാദ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്വതന്ത്ര സമുദായം രചിക്കപ്പെടുന്നത്. പിൽക്കാലത്തുണ്ടാകുന്ന ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്ക് നയിക്കുന്ന ഒരു സംവാദ പശ്ചാത്തലമുണ്ട്. 32-ലാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ നേതൃത്വത്തിൽ ക്ഷേത്രപ്രവേശന കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നു.
ആ ക്ഷേത്രപ്രവേശന കമ്മിറ്റി റിപ്പോർട്ടിൽ ഉള്ളൂർ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. അതിലൊന്ന് ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനവും മുഹമ്മദ് മതത്തിൻ്റെ സാന്നിധ്യവും കേരളത്തിലെ ജാതിവർണ്ണ വ്യവസ്ഥയ്ക്ക് വലിയ കോട്ടം വരുത്തി എന്നുള്ളതാണ് ഉള്ളൂർ ക്ഷേത്രപ്രവേശന കമ്മിറ്റി റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മൾ പൊതുവെ പറയുന്നൊരു കാര്യം, ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വിമോചനം എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വസുദൈവ കുടുംബകം, ലോകാ സമസ്ത സുഖിനോ ഭവന്തു, അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ, ഈ വാക്യങ്ങളൊക്കെയാണ് ഇന്ത്യയുടെ വിമോചനാത്മകമായ ആശയങ്ങളെന്ന് നമ്മൾ നിരന്തരം പറയാറുണ്ട്. ഇപ്പോഴും പറഞ്ഞു കേൾക്കുന്ന കാര്യമാണ്. പക്ഷേ നാം അറിയേണ്ട വിഷയം എന്താണ് വസുദൈവ കുടുംബകം. വസുദൈവ കുടുംബകം എന്ന് പറയുന്ന ശ്ലോകത്തിന് ആധാരമായൊരു കഥയുണ്ട്. ആ കഥയിൽ പറയുന്നത്, ഒരു കുറുക്കൻ ചെന്ന് ആടുകളോട് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നത്? പഞ്ചതന്ത്രത്തിലെ കഥയാണ്. നിങ്ങൾ എന്തിനാണ് എൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കുന്നത്? നമ്മളെല്ലാം ഒന്നല്ലേ, വസുദൈവ കുടുംബകം, നമ്മളെല്ലാം ഒന്നല്ലേ. എന്തിനാണ് ആട് ചെന്ന് കുറുക്കനോട് പറയുന്നത് നമ്മളെല്ലാം ഒന്നല്ലേ എന്ന് പറയുന്നതിന് കാരണം എന്താണ്? തക്കം കിട്ടിയാൽ കുറുക്കന് ഈ ആടുകളെ കശാപ്പ് ചെയ്ത് ചോര വാർത്ത് കുടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെല്ലാം ഒന്നല്ലേ എന്ന് പറയുന്നത്. നമ്മൾ ആ ശ്ലോകം മാത്രമായിട്ട് കേൾക്കുമ്പോൾ എന്തോ വലിയ വിമോചന ആശയമാണെന്ന് തോന്നും. പക്ഷേ ആ കഥയുടെ പശ്ചാത്തലം പരിശോധിക്കുമ്പോഴാണ് ബോധ്യപ്പെടുക, കുറുക്കന് ആടിൻ്റെ ചോര ഒഴിക്കാനുള്ള പ്രത്യയശാസ്ത്രത്തിൻ്റെ പേരാണ് വസുദൈവ കുടുംബകം. മറ്റൊരു ശ്ലോകമാണ് യജുർവേദത്തിലുണ്ട് എന്ന് പറയപ്പെടുന്ന എത്ര വിശ്വം ഭവത്യേകനീഢം. ഈ ലോകം ഒരു കിളിക്കൂട് പോലെ, പറച്ചിന് മാത്രമേ ഉള്ളൂ കേട്ടോ, പ്രവൃത്തിയിൽ നോക്കിയാൽ ഒരു കിളിക്കൂടും ഇല്ല, ഒന്നുമില്ല. ഇതെല്ലാം പലതായിട്ട് പിരിഞ്ഞിരിക്കുക. ഭീകരമായ ജാതി വ്യവസ്ഥ നിലനിൽക്കുമ്പോൾ പറയുകയാണ് എത്ര വിശ്വം ഭവത്യേകനീഢം. ഏത് അയിത്തവും തൊട്ടുകൂടായ്മ നിലനിൽക്കുക. അത് നമ്മളൊരു കൂട്ടിലിരിക്കാമെന്നാണ് പറയുന്നത്. വഴി നടക്കാൻ അനുവദിക്കുന്നില്ല, പിന്നല്ലേ കിളിക്കൂടിൻ്റെ കാര്യം. വഴി നടക്കാൻ അനുവദിക്കുന്ന ചരിത്രം ഉണ്ടായിട്ടില്ല. പിന്നാണ് ലോകമെല്ലാം ഒരു കിളിക്കൂടാണെന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസം മനുഷ്യർക്കിടയിൽ പ്രചരിപ്പിക്കപ്പെടുക. മറ്റൊരു അന്ധവിശ്വാസമാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇതേത് ഉപനിഷത്തിന്റെ ഭാഗമാണെന്നാണ് പ്രചരിപ്പിക്കുന്നത്. പക്ഷെ ഏത് ഉപനിഷത്ത് നോക്കിയാൽ ഇങ്ങനൊരു ശ്ലോകം ഇല്ല. അടുത്തിടെ പറഞ്ഞത് കൃഷ്ണ യജുർവേദത്തിന്റെ ഭാഗമായ തൈത്തരീയാരണ്യകത്തിന്റെ ഭാഗമായ മഹാനാരായണോപനിഷത്തിന്റെ അവസാന ഭാഗമായ യജ്ഞാന്ത പ്രാർത്ഥനയുടെ ഭാഗമാണ് എന്ത്? ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഒരു സന്യാസി തന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞതാണ് ഇത്രയും ഭാഗം. എങ്ങനെയാണ്? തൈത്തരീയ കൃഷ്ണ യജുർവേദത്തിന്റെ ഭാഗമായ തൈത്തരീയാരണ്യകത്തിന്റെ ഭാഗമായ മഹാനാരായണോപനിഷത്തിന്റെ ഭാഗമായ യജ്ഞാന്ത പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്നു ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഞാൻ വളരെ പെട്ടെന്ന് കൃഷ്ണ യജുർവേദം എടുത്ത് പരിശോധിച്ചു. അതിലെ തൈത്തരീയാരണ്യകം നോക്കി, തൈത്തരീയാരണ്യകത്തിലെ മഹാനാരായണോപനിഷത്ത് നോക്കി. ഈ ശ്ലോകം പോയിട്ട് ലോക എന്നൊരു വാക്ക് ആ യജ്ഞാന്ത പ്രാർത്ഥനയിലില്ല. ഇങ്ങനെ ഇല്ലാ കഥകൾ ഏതോ കാലത്ത് പ്രചരിപ്പിച്ച ഒരു ശ്ലോകം മാത്രം. അത് ഏതെങ്കിലും പ്രത്യേകിച്ച് ഒരു പുസ്തകത്തിൻ്റെയും ഭാഗമൊന്നുമല്ല. ഇത് വലിയ ആർഷഭാരത സംസ്കാരമാണെന്നാണ് പറയുന്നത്, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. പക്ഷെ അതിനു മുമ്പുള്ള ഏതാനും വരികളൊന്ന് പരിശോധിക്കണം. എന്താണ് ആ വരികളിൽ പറയുന്നത്? സ്വസ്തി പ്രജാഭ്യം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷ ഗോ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. സ്വസ്തി, മംഗളം ഭവിക്കട്ടെ. ആർക്ക്? ഗോ ബ്രാഹ്മണേഭ്യഃ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം, പ്രജകളെ പരിപാലിക്കുന്ന രാജാവിന് മംഗളം ഭവിക്കട്ടെ. നമ്മുടെ ഒരു MP എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രജകളെന്ന്. തൃശ്ശൂർക്കാരന് വെച്ചാൽ തൃശ്ശൂർ MP-യാണ്. എപ്പോഴും പുള്ളിക്കാരൻ നോക്കുമ്പോഴെല്ലാം പ്രജകളാണ്. എനിക്കൊന്ന് സ്വന്തം ശരീരത്തിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹം കാണുന്നത് ഈ പഴയകാലത്തെ രാജാക്കന്മാരുടെ ചിത്രമായിരിക്കും സ്വയം പ്രതിബിംബിക്കുന്നത്. അഭിനവഗുപ്തൻ അദ്ദേഹത്തിൻ്റെ പ്രത്യഭിജ്ഞാ ദർശനത്തിൽ ഈ മുകുരം എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നത്, കണ്ണാടി. നമ്മളെ തന്നെ കാണുക, ദർശിക്കുക, തിരിച്ചറിവിൻ്റെ ഒരു ദർശനം. ആ ദർശനം ഇവിടെ കാണുന്നത് എന്താണ്? തന്നെ ഒരു ഫ്യൂഡൽ നാടുവാഴി കാലത്തെ രാജാവിനെ പോലെ കാണുക, കലിങ്കിലിരുന്ന് സംവദിക്കുക.
നമ്മൾ കലിംഗില സംവാദത്തെയും, മോഹൻലാലിൻ്റെ ഒരു സിനിമയുണ്ടല്ലോ, ശോഭന അഭിനയിച്ച സിനിമ, ഞാനതിൻ്റെ പേരിപ്പോൾ ഓർക്കുന്നില്ല, മണിച്ചിത്രത്താഴല്ല, എന്താണ്, തേന്മാവിൻ കൊമ്പത്ത്. ഈ തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഈ നാട്ടുകൂട്ടം കൂടിയിരുന്ന കലിങ്കിലിരുന്നുള്ള പരിപാടിയാണ്. ഈ എന്തുകൊണ്ടാണ് കലിങ്കിലിരിക്കുന്നത്? കലിങ്കിലിരുന്ന ഒരു രാജാവ് അല്ലെങ്കിൽ നാട്ടുകൂട്ടത്തിന്റെ ഫ്യൂഡൽ നാടുവാഴി മേധാവി പരാതികൾ കേൾക്കുന്നത് പോലെ പരാതികൾ കേട്ട് സ്വന്തം ഇഷ്ടത്തിന് കാര്യങ്ങൾ അങ്ങോട്ട് തീർപ്പ് കൽപ്പിക്കുന്ന ഫ്യൂഡൽ നാടുവാഴി രാജാധിപത്യ മൂല്യങ്ങളാണ് കലിംഗ സംവാദത്തിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ കാണാതെ പോകരുത്. അതുകൊണ്ട് കലിംഗ സംവാദം അത്ര നിഷ്കളങ്കമല്ല. നമ്മളെ ചിരപുരാതനമായ കാപ്പ് പഞ്ചായത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്ന പരിപാടിയാണ്. നമുക്ക് വേണ്ടത് കലിംഗ സംവാദമല്ല, നമുക്ക് വേണ്ടത് ഗ്രാമപഞ്ചായത്ത് കൃത്യമായിട്ട് കൂടുക എന്നുള്ളതാണ്. ഗ്രാമപഞ്ചായത്ത് വളരെ കൃത്യമായിട്ട് കൂടണം, വാർഡ് തലത്തിൽ യോഗം നടക്കണം, പഞ്ചായത്ത് കൃത്യമായിട്ട് കൂടാനാണ് പറയേണ്ടത്, അല്ല കലിംഗ സംവാദമല്ല വേണ്ടത്. അപ്പൊ ഇങ്ങനെ നമ്മളെ ചിരപുരാതനമായ ലോകത്തേക്ക് കൊണ്ടുപോകുക. ഇത്രയും വിശദീകരിക്കാൻ കാരണം ആർഷഭാരത സംസ്കാരം എന്ന പേരിൽ ഇവിടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന എന്താണ്? ജാതിമൂല്യ ബോധങ്ങൾ തന്നെയാണ് ആർഷഭാരത സംസ്കാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏറ്റവും പ്രാചീനമായ ഋഗ്വേദം, ആ ഋഗ്വേദത്തിൽ പറഞ്ഞ എന്താണ്? ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃത ഊരു തദസ്യ വൈശ്യ പദ്ഭ്യാം ശൂദ്രജായ. വിരാട് പുരുഷന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ ഉണ്ടായി എന്നും പാദത്തിൽ നിന്ന് ശൂദ്രൻ ഉണ്ടായി എന്ന് പറയുന്ന ശ്രേണീകൃതമായ അസമത്വം ഭാഗവത പുരാണത്തിൽ പറയും. വിരാട് പുരുഷന്റെ മുഖത്തു നിന്നുണ്ടായിരുന്ന ബ്രാഹ്മണൻ ഉത്തമനും പാദത്തിൽ നിന്നുണ്ടാകുന്ന ശൂദ്രൻ അധമനുമാണ് എന്നാണ് ഭാഗവത പുരാണം പറയുന്നത്. ഇതേ ആശയം ഋഗ്വേദത്തിൽ മാത്രമല്ല, ഈ സൂക്തം നമുക്ക് ഋഗ്വേദത്തിലും യജുർവേദത്തിലും സാമവേദത്തിലും അഥർവേദത്തിലും എല്ലാം കാണാം. ഇന്ത്യക്കൊരു സാമൂഹ്യ ഭാവനയുണ്ട്. ആ സാമൂഹ്യ ഭാവന എന്താണ്? ആ സാമൂഹ്യ ഭാവന എന്ന് പറയുന്നത് മനുഷ്യരെ നാലായി തരംതിരിക്കുകയും ശ്രേണീകരിക്കുകയും ചെയ്യുന്ന അസമത്വ വ്യവസ്ഥയാണ് ഇന്ത്യയിലെ ആർഷഭാരത സംസ്കാരം സംഭാവന ചെയ്തിട്ടുള്ളത്. എന്താണ് ഋഷിമാരുടെ കോൺട്രിബ്യൂഷൻ എന്ന് ചോദിച്ചാൽ ജാതി വ്യവസ്ഥയാണ് കോൺട്രിബ്യൂഷൻ, ജാതി വ്യവസ്ഥയാണ്. ഇന്ത്യക്ക് ഒരുപാട് മഹർഷീശ്വരന്മാരുണ്ട്, വ്യാസനുണ്ട്, വാൽമീകിയുണ്ട്, ഇഷ്ടംപോലെ മഹർഷീശ്വരന്മാരാണ്. പക്ഷേ ജാതി വ്യവസ്ഥ എതിർത്ത് ഏതെങ്കിലും മഹർഷി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരുമില്ല. ഒറ്റ മഹർഷിമാർ പോലുമില്ല. അതിന് നാരായണ ഗുരുസ്വാമികളും ഡോക്ടർ ബി ആർ അംബേദ്കറും പൊയ്കയിൽ അപ്പച്ചനും പിൽക്കാലത്ത് സ്വതന്ത്ര സമുദായം എഴുതിയ ഈ മാധവനും വേണ്ടി വന്നു ഈ ജാതി മൂല്യ വ്യവസ്ഥകളെ ചോദ്യം ചെയ്യാൻ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പറഞ്ഞു വന്നത്, കേരളത്തിലുൾപ്പെടെ ഭീകരമായി നിലനിന്നിരുന്ന ജാതി അസമത്വ മൂല്യ ബോധങ്ങൾ അതിശക്തമായി നിലനിന്നൊരു കാലഘട്ടത്തിൽ ആ ജാതി മൂല്യബോധങ്ങൾ, ആ അസമത്വ ബോധങ്ങൾ എങ്ങനെയാണ് സമൂഹത്തിൽ ഹീനമായ ഒരു സ്വഭാവ സവിശേഷതയായി, ജീവിത രീതിയായി, സാമൂഹ്യ സാംസ്കാരിക വ്യവസ്ഥയായി, രാഷ്ട്രീയ അധികാരത്തെ നിയന്ത്രിക്കുന്ന ഒന്നായി, ഭൂമിയെയും വിഭവത്തെയും വിതരണത്തെയും ഒക്കെ നിയന്ത്രിക്കുന്ന ഒന്നായി ഈ ആർഷഭാരത ജാതി സംസ്കാര മൂല്യവ്യവസ്ഥകൾ നിലനിന്നത്, ആ നിലനിന്ന കാലത്ത് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടി ആളുകൾ മതപരിവർത്തനത്തെ ഒരു പ്രധാനപ്പെട്ട ഉപാധിയായി കണ്ടു എന്നുള്ളതാണ്. അല്ലാതെ പിൽക്കാലത്ത് പലരും വ്യാഖ്യാനിച്ചതുപോലെ പാൽപ്പൊടി കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കണ്ടിട്ടോ അല്ല ഇന്ത്യയിലെ അവർണ ജനതതി എങ്ങോട്ട് പോയത്, ക്രിസ്തു മതത്തിലേക്കും മുസ്ലിം മതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും പോയത് എന്നുള്ള ചരിത്ര യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ എന്തിനാണ് കഠോര കുഠാര നിയമങ്ങൾ മതപരിവർത്തന സംബന്ധിയായിട്ട് ഇന്ത്യയിലെ നിലീന ഭരണകൂടം, ഹിന്ദുത്വ ഭരണകൂടം കൊണ്ടുവന്നിട്ടുള്ളത്? കാരണം എക്കാലവും ഛത്തീസ്ഗഡില്, രാജസ്ഥാനില് ഒക്കെ എന്തിനാണ് ഈ കഠോര കുഠാര മതപരിവർത്തന നിയമങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്, മതപരിവർത്തന നിരോധന നിയമങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്? കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ. ഛത്തീസ്ഗഡിലെ കാര്യം മാത്രം ഒന്ന് പരിശോധിച്ചാൽ അറിയാം. ഛത്തീസ്ഗഡില് ആദിവാസികൾ മതപരിവർത്തനം ചെയ്യും. അങ്ങനെ ആദിവാസികൾ മതപരിവർത്തനം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവർക്ക് വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നു. ആത്മാഭിമാനമുള്ള മനുഷ്യ ശരീരങ്ങളായി ആര് മാറുന്നു? ആദിവാസികൾ മാറുന്നു. മലയരേര് കേരളത്തിൽ ബ്രിട്ടീഷുകാർ വന്നപ്പോൾ മലയരേര് ബ്രിട്ടീഷുകാരോട് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ഞങ്ങൾക്കൊരു സ്കൂൾ സ്ഥാപിച്ചു തരണമെന്നാണ്.
ഞങ്ങൾക്കൊരു സ്കൂൾ സ്ഥാപിച്ചു തരണം. ഇന്നിപ്പോൾ വിജയദശമിയാണ്, എല്ലാവരും അക്ഷരം എഴുതുകയാണ്. പക്ഷെ ഇങ്ങനെ അക്ഷരം എഴുതുമ്പോൾ നമ്മൾ മറന്നു പോകുന്നൊരു ചരിത്രമുണ്ട്. മറന്നു പോകുന്ന ചരിത്രം, ഈ താമരപ്പൂവിനകത്തിരിക്കുന്ന വീണ വായിക്കുന്ന യുവതിയാണ് ആളുകൾക്ക് അക്ഷരം പ്രദാനം ചെയ്തത് എന്നൊരു തെറ്റിദ്ധാരണ കേരള സമൂഹത്തിന് ഇപ്പോഴുണ്ട്. അതുകൊണ്ട് വീണ വായിക്കുന്ന താമരപ്പൂവിലിരിക്കുന്ന ലേഡി അല്ല ഇന്ത്യയിലെ അവർണ ജനസമുദായങ്ങൾക്ക് വിദ്യ പ്രദാനം ചെയ്യുന്നത്. എങ്ങനെയാ ഈ താമരപ്പൂവിനകത്ത് ഇരിക്കുമെന്നൊരു ചോദ്യം ഒരിക്കലും മലയാളി ചോദിച്ചിട്ടില്ല. മലയാളിയുടെ ഭാവനയിൽ ഇങ്ങനെ 1000 ഇതളായിട്ട് വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂവിനകത്തിരിക്കുന്ന ഒരു ലേഡിയാണ്, ഒരു യുവതിയാണ്. അവരാണ് വിദ്യ പ്രദാനം ചെയ്യുന്ന ആളുകൾ വിശ്വസിക്കുന്നു. പക്ഷെ കയ്യിലിരിക്കുന്ന പുസ്തകം എന്താ? ഋഗ്വേദമാണ്. കയ്യിൽ ഋഗ്വേദമാണ് ഇരിക്കുന്നത്. ആ ഋഗ്വേദത്തിലാണ് ഞാൻ ഉദ്ധരിച്ച പുരുഷ സൂക്തമുള്ളത്. അങ്ങനെ വിരാട് പുരുഷന്റെ മുഖത്ത് നിന്നും ബ്രാഹ്മണനും കാൽപാദത്തു നിന്ന് ശൂദ്രനും ഉണ്ടാകുന്നു എന്ന് പറയുന്ന പുസ്തകം കയ്യിലേന്തിയ യുവതി എങ്ങനെ ഇന്ത്യയിലെ അവർണ ജനസമുദായങ്ങൾക്ക് വിദ്യ പ്രദാനം ചെയ്യാൻ സഹായിക്കും? അവർ സഹായിച്ചിട്ടേ ഇല്ല. കേരളത്തെ സംബന്ധിച്ച ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മഹാത്മാ അയ്യങ്കാളി നടത്തിയ പോരാട്ടങ്ങളാണ് ഇന്ത്യയിലെ കേരളത്തിലെ അവർണ ജനസമുദായങ്ങൾക്ക് വിദ്യയിലേക്ക് നടന്നെടുക്കുവാൻ, വിദ്യാധികാരത്തിലേക്ക് പ്രവേശിക്കുവാൻ അധികാരം നൽകിയത് എന്നുള്ളതാണ് ചരിത്രം. അതുകൊണ്ട് അക്ഷരം എന്ന് പറയുന്നത് പൂജിച്ച് നേടിയതല്ല, പൊരുതി നേടിയതാണ് വിദ്യാഭ്യാസം എന്നുള്ള ചരിത്രം ഈ വിജയദശമിയുടെ അന്ന് നമ്മൾ മറന്നു പോകരുത്. മഹാത്മാ അയ്യങ്കാളി സ്ഥാപിച്ച ഊരൂട്ടമ്പലം സ്കൂളിൻ്റെ അടുത്ത് ഇപ്പോൾ ഹിന്ദുത്വവാദികൾ ഒരു സരസ്വതി വിദ്യാലയം തിരുവനന്തപുരത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. എന്തിനാണ് തിരുവനന്തപുരത്ത് ഊരൂട്ടമ്പലം സ്കൂളിൻ്റെ തൊട്ടടുത്ത് സരസ്വതി വിദ്യാലയം സ്ഥാപിച്ചിരിക്കുന്നത്? അയ്യങ്കാളിയുടെ പോരാട്ട ചരിത്രത്തെ തമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് സരസ്വതി വിദ്യാലയം സ്ഥാപിച്ചിട്ടുള്ളത്. ഇതാണ് ബ്രാഹ്മണ്യത്തിൻ്റെ പുതുകാലത്തെ സവിശേഷത. ചരിത്ര പണ്ഡിതയായ വിജയനാഥ് ഈ പ്രക്രിയയെ വിവരിക്കുന്നത് ബ്രാഹ്മണിക്കൽ അക്കൾച്ചറേഷൻ എന്നാണ്. ബ്രാഹ്മണ്യ സ്വാംശീകരണം. എല്ലാത്തിനെയും വിഴുങ്ങിക്കളയും ബ്രാഹ്മണ്യം. ബുദ്ധനെ വിഴുങ്ങി, ബുദ്ധനെ വിഷ്ണുവിൻ്റെ അവതാരമാക്കി മാറ്റി. മാടനെയും മറുതയും എല്ലാം വിഴുങ്ങി ശിവന്റെ അവതാരമാക്കി. തൃശ്ശൂര് നിറയെ ചാത്തന്മാരുണ്ട്, ചാത്തനെ എല്ലാം ശിവന്റെ അവതാരമാക്കി, വിഷ്ണുമായാക്കി മാറ്റി. ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ഒരു ബടവാഗ്നിയെ പോലെ എന്തും വിഴുങ്ങിക്കളയും. ഈ രീതിയിലാണ് ബ്രാഹ്മണ്യം നിലനിൽക്കുന്നത്. ഇങ്ങനെ മനുഷ്യ സംസ്കാരത്തെ അഗാധമായി, മനുഷ്യത്വം എന്ന് പറയുന്ന സാംസ്കാരിക അവസ്ഥയിൽ നിന്ന് സമ്പൂർണമായി റദ്ദ് ചെയ്തുകൊണ്ട് മനുഷ്യ ശരീരങ്ങളെ ആത്മാവില്ലാത്ത അഴുക്കുചാലുകളായി, തീണ്ടൽ ശരീരങ്ങളായി, തൊട്ടുകൂടാത്ത ശരീരങ്ങളായി സ്ഥാനപ്പെടുത്തിയ ഒരു സാംസ്കാരിക കാലാവസ്ഥയിലാണ് സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന പുസ്തകം എഴുതപ്പെടുന്നത്. ഇങ്ങനൊരു വലിയ സാംസ്കാരിക പശ്ചാത്തലത്തിനകത്ത്, ക്യാൻവാസിനകത്ത് വെച്ച് വേണം നമ്മൾ സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന പുസ്തകത്തെ പരിശോധിക്കാൻ. എന്താണ് സ്വതന്ത്ര സമുദായം? എന്തുകൊണ്ടാണ് സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന സങ്കല്പം ഈ മാധവൻ മുന്നോട്ട് വെക്കുന്നത്? എന്താണ് സ്വാതന്ത്ര്യം? എന്താണ് സമുദായം? വസിഷ്ഠ ധർമ്മസൂത്രത്തിൽ പറയും, അസ്വതന്ത്ര സ്ത്രീയഃ നാദി ചരേ ഭർത്താരം. സ്ത്രീകൾ അസ്വതന്ത്രകളാണ്, അവൾ ഭർത്താവിനെ ഉല്ലംഘിക്കാൻ പാടില്ല. അസ്വതന്ത്ര സ്ത്രീയഃ നാദി ചരേ ഭർത്താരം. സ്വാതന്ത്ര്യമില്ലാത്തൊരു സാമൂഹ്യ ഭാവന, പുരുഷാധിപത്യത്തിൻ്റെ കീഴിൽ സ്ത്രീകൾ എന്നും കഴിഞ്ഞുകൂടണമെന്ന് പറയുന്ന അവസ്ഥാവിശേഷം. അതിഥി എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട് ഗൗതമധർമ്മസൂത്രത്തിലും വസിഷ്ഠ ധർമ്മസൂത്രത്തിലും. അതിഥി ദേവോ ഭവ എന്നുള്ളത് ഈ ധർമ്മസൂത്രത്തിലാണ്. പക്ഷേ അതിഥി ദേവോ ഭവ എന്നുള്ള ശ്ലോകത്തിൻ്റെ സൂത്രവാക്യത്തിന് മുകളിലോട്ടുള്ള വരി വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും, ശ്രോത്രിയനായ ബ്രാഹ്മണൻ മാത്രമാണ് അതിഥി എന്നാണ് ധർമ്മസൂത്രങ്ങൾ പറയുന്നത്. ശ്രോത്രിയനായ ബ്രാഹ്മണൻ മാത്രമാണ് അതിഥി. നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് എല്ലാവരും അതിഥികളാണെന്ന്. തെറ്റിദ്ധാരണയാണ് കേട്ടോ. എല്ലാവരെയും ഇന്ത്യൻ സംസ്കാരം, ആർഷഭാരത സംസ്കാരം അതിഥികളായി കണ്ടിട്ടില്ല. ശ്രോത്രിയനായ ബ്രാഹ്മണൻ മാത്രമാണ് അതിഥി എന്നാണ് ധർമ്മസൂത്രങ്ങൾ പറയുന്നത്. ഇതാണ് ശ്രേണീകൃത മൂല്യം എന്ന് പറയുന്നത്. അത് എല്ലാവരെയും മനുഷ്യരായി പരിഗണിക്കുന്നില്ല. ചില ആളുകളെ മാത്രം മനുഷ്യരായി പരിഗണിക്കുക. ചില ആളുകൾ മനുഷ്യരല്ല, ദേവന്മാർ തന്നെ. ചില ആളുകൾ നികൃഷ്ടരിൽ നികൃഷ്ടർ, അവരെ അടുപ്പിക്കാനേ കൊള്ളില്ല എന്ന് പറയുന്നൊരു വ്യവസ്ഥാക്രമം നിലനിൽക്കുന്ന
തീർത്തും അസ്വാതന്ത്ര്യങ്ങൾ മാത്രമുള്ള ഒരു വ്യവസ്ഥയുടെ പേരാണ് ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു കാലത്താണ് സ്വതന്ത്ര സമുദായം എന്ന് പറയുന്നൊരു സങ്കല്പനം ഈ മാധവൻ ആവിഷ്കരിക്കുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ ആശയമല്ല എന്നുള്ളതാണ്. ഒട്ടും നിസ്സാരമായ ഒരു ആശയമല്ല സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. കാരണം ഇത് എഴുതപ്പെടുന്ന 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയം അതിശക്തമായിട്ട് ഉന്നയിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം ഇവിടെ നിലനിന്നത് കൊണ്ട് മാത്രമാണ്. ഇത്തരം ഒരു പുസ്തകം എഴുതപ്പെടുന്നതിനൊരു ചരിത്ര പശ്ചാത്തലം നമ്മൾ കാണാതെ പോകരുത്. നാരായണ ഗുരുസ്വാമികൾ തന്നെ പറയുന്നുണ്ടല്ലോ, നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് എന്നാണ് ഗുരുസ്വാമികൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഗുരു അങ്ങനെ പറഞ്ഞത്? ഗുരു തുടർന്ന് പറയുന്നു, രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകന്റെ ഗതിയാകുമായിരുന്നു. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ആർഷഭാരത സംസ്കാരം നിലനിന്നിരുന്നുവെങ്കിൽ, അത് പരിപാലിക്കപ്പെട്ടിരുന്നുവെങ്കിൽ രാമൻ ശൂദ്രന്റെ തലയറുത്തതുപോലെ, ശംഭൂകൻ എന്ന് പറയുന്ന ശൂദ്രന്റെ തലയറുത്തതുപോലെ രാമന്റെ പ്രത്യയശാസ്ത്ര വക്താക്കൾ ഗുരുവിൻ്റെയും തലയറുക്കുമായിരുന്നു എന്നാണ് ഗുരു പറഞ്ഞത്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ പുസ്തകം എഴുതുന്നത് എന്നുകൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അത് മനസ്സിലാക്കണമെങ്കിൽ മറ്റൊരു കഥ കൂടി ഈ സന്ദർഭത്തിൽ തെളിയിച്ച് വായിക്കേണ്ടതായിട്ടുണ്ട്. അത് പോത്തേരി കുഞ്ഞമ്പുവിൻ്റെ സരസ്വതി വിജയം എന്ന് പറയുന്ന നോവലാണ്. ആ നോവൽ ആരംഭിക്കുന്നത് മരത്തൻ എന്ന് പറയുന്ന പുലയൻ ഒരു പാടത്തുനിന്നൊരു പാട്ട് പാടുകയാണ്. ആ പാട്ട് കേട്ടുകൊണ്ട് പാടത്തുകൂടി വരുന്ന കുബേരൻ എന്ന് പറയുന്ന നമ്പൂതിരി, ഈ പുലയൻ എങ്ങനെ ഈ പാട്ട് പാടുന്നു? പാടിയ പാട്ടെന്താണ്? എള്ളിലുള്ളെണ്ണ കണക്ക് ദേഹങ്ങളുടെ ഉള്ളിലുണ്ട് ഈശ്വരൻ, എള്ളിലുള്ളെണ്ണ കണക്ക് ദേഹങ്ങളുടെ ഉള്ളിലുണ്ട് ഈശ്വരൻ എന്ന പാട്ടാ പാടിയത്. ഇത്ര ധിക്കാരമായി പാട്ട് പാടാൻ കുബേര നമ്പൂതിരി തൻ്റെ സേവകനെ പാട്ടുപാടുന്ന ആളെ അന്വേഷിച്ച് പറഞ്ഞു വിട്ടു. നോക്കിയപ്പോൾ മരത്തൻ, ഒരു പുലയൻ പാട്ടുപാടുകയാണ്. ആ പേര് ശ്രദ്ധിക്കുക, മരത്തൻ. ഒരു പുലയനെ ഒരു മരമായി ഒരു മരം പോലെ ചലിക്കാൻ കഴിയാത്ത പട്ടട എന്ന ശൂദ്രനെ എങ്ങനെയാണോ ബ്രഹ്മസൂത്രം സ്ഥാനപ്പെടുത്തിയത്, അതുപോലെ മരത്തൻ എന്ന് പറയുന്ന പേരിലൂടെ ജീവനുള്ള ഒരു മനുഷ്യനെ നിർജീവ വസ്തുവായി, ചലിക്കാത്ത വസ്തുവായി സ്ഥാനപ്പെടുത്തും എന്നുള്ളതാണ്. പാട്ടുപാടിയത് മരത്തനാണെന്ന് അറിയുമ്പോഴത്തേക്കും, പുലയനാണെന്ന് അറിയുമ്പോഴത്തേക്കും ഈ ബ്രാഹ്മണദാസൻ അവനെ ചെളിയിൽ ചവിട്ടി താഴ്ത്തി. ഇയാൾ മരിച്ചെന്ന് വിചാരിച്ച് ഈ ദാസൻ മടങ്ങിപ്പോവുകയാണ്. ഭാഗ്യവശാൽ അയാൾ രക്ഷപ്പെടുന്നു. ഞാൻ കഥകൾ മുഴുവനായിട്ട് പറയുന്നില്ല. അദ്ദേഹം അദ്ദേഹം അവിടെ നിന്ന് ചെളിയിൽ നിന്ന് രക്ഷപ്പെടുന്നു. കോഴിക്കോട് ബാസൽ മിഷനിലേക്ക് എത്തിപ്പെടുന്നു. കോഴിക്കോട് ബാസൽ മിഷൻ അദ്ദേഹത്തെ പഠിപ്പിച്ചു. അദ്ദേഹം പിൽക്കാലത്ത് യേശുദാസ് എന്ന് പറയുന്ന ജഡ്ജിയായി മാറുന്നതാണ് കഥ. റോബിൻ ജെഫ്രി അദ്ദേഹത്തിന് ദ ഡിക്ലൈൻ ഓഫ് നായർ ഡൊമിനൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇപ്രകാരം എഴുതി: ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം പുലേ സമുദായത്തിന് ഉയർച്ചയ്ക്ക് ഒരു ഉപാദാനമായി തീർന്നു എന്ന് എഴുതുന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാവരും ഒരേ നിലയിലല്ല ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്തത്. ചില ആളുകൾക്ക് ബ്രിട്ടീഷ് ഭരണം ഒരു ഉപാദാനമായി വർത്തിച്ചപ്പോൾ മറ്റു ചിലർക്കാണത് ശല്യമായി തോന്നിയത്. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുന്ന സന്ദർഭത്തിൽ ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞു, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകാൻ വരട്ടെ. കാരണം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകുമ്പോൾ ആരിലേക്കാണ് ബ്രിട്ടീഷ് ഭരണം എത്തിച്ചേരുക എന്നൊരു തീരുമാനം വരണം. കാരണം അംബേദ്കർ വളരെ ആഴത്തിൽ തിരിച്ചറിഞ്ഞു, ഈ ഭരണം എത്തിച്ചേരാൻ പോകുന്നത് സവർണ ഒളിഗാർക്കിയുടെ കയ്യിലേക്കാണെങ്കിൽ ദളിതരും പിന്നോക്കരും സ്ത്രീകളും ഒക്കെ തന്നെ ചാണകക്കുഴിയിൽ അധികാരമില്ലാത്തവരായി കഴിയേണ്ട സാഹചര്യം ഉണ്ടാകുമെന്ന് സുദീർഘ ദർശനം ചെയ്തു ഡോക്ടർ BR അംബേദ്കർ. ഈ ഒരു ചരിത്ര പശ്ചാത്തലം കൂടിയുണ്ട് ഇതിന്. അപ്പോൾ ഒരുപോലെയല്ല ഈ സമരങ്ങളെല്ലാം. സ്വരാജ് എന്ന് പറയുന്ന ആശയം ഗാന്ധി മുന്നോട്ട് വെക്കുമ്പോൾ അംബേദ്കർ പറയുന്നുണ്ട്, ഇത് സവർണ സ്വരാജാണ്, ഇത് ഞങ്ങളെ ഉൾക്കൊള്ളുന്ന സ്വരാജ് അല്ല, ഞങ്ങളുടെ സ്വരാജ് ഇതല്ല എന്ന് ഡോക്ടർ BR അംബേദ്കർ പറയുന്നു. ഇത് സൂചിപ്പിക്കാൻ കാരണം യഥാർത്ഥത്തിൽ സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സങ്കല്പം മാത്രമല്ല,
മറിച്ച് ജാതികളായി നിർവചിക്കപ്പെട്ടിരുന്ന മനുഷ്യരെ, ജാതി ശരീരങ്ങളായി മാത്രം മനുഷ്യരെ കണ്ടിരുന്ന ഒരിടത്ത് നിന്നും മനുഷ്യർ ജാതി ശരീരങ്ങളല്ലെന്നും മനുഷ്യർ സ്വതന്ത്ര അസ്തിത്വമുള്ള സമുദായങ്ങളാണ് എന്ന സാമൂഹ്യ ഭാവനയാണ് അടിസ്ഥാനപരമായി സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന ഈ പുസ്തകം മുന്നോട്ട് വെക്കുന്നത്. അതുവരെ ഇന്ത്യക്ക്, കേരളത്തിന് അപരിചിതമായൊരു സാമൂഹ്യ ഭാവന. ജാതികൾ ശ്രേണീകൃതമായി സംഘടിപ്പിക്കപ്പെടുമ്പോൾ ശ്രേണീകൃതത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉന്നതരോട് ആദരവും അധകൃതരാക്കപ്പെട്ടവരോട് ഏറ്റവും നീചമായി പെരുമാറുന്നൊരവസ്ഥാവിശേഷത്തിൽ നിന്നും മനുഷ്യരെല്ലാവരും തുല്യരാണ് എന്ന പ്രഖ്യാപനമാണ് സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന ആ ആശയത്തിലുള്ളത്. മനുഷ്യരെല്ലാവരും തുല്യരാണ്. സമുദായം എന്ന വാക്ക് തന്നെ മനുഷ്യ തുല്യതയുടെ ഒരു പ്രഖ്യാപനമായി ഇതിൽ കടന്നു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈ പുസ്തകത്തിൻ്റെ പ്രഥമ പതിപ്പിൻ്റെ അവതാരികയിൽ മിതവാദി ശ്രീകൃഷ്ണൻ എഴുതുന്നുണ്ട്. അദ്ദേഹം എഴുതുന്ന വാക്യങ്ങൾ ഇങ്ങനെയാണ്: ഹിന്ദു ദൈവങ്ങളുടെ നടപടികൾ കണ്ടുപഠിച്ച് ഇപ്പോൾ ഒരാൾ നടക്കുന്നതായാൽ ബ്രിട്ടീഷ് ഭരണം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന കാലത്തോളം മര്യാദക്കാരുടെ ലിസ്റ്റിൽപ്പെടുവാൻ തരമുണ്ടെന്ന് തോന്നുന്നില്ല. 14-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെടുന്ന സംസ്കൃത സാഹിത്യ കൃതിയായ സാഹിത്യ ദർപ്പണത്തിൽ, വിശ്വനാഥ കവിരാജന്റെ സാഹിത്യ ദർപ്പണത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: രാമാധിപത് പ്രവർത്തിതവ്യം ന രാവണാധിപത്. രാമനെ പോലെ കഴിയണം, രാമനെ പോലെ പ്രവർത്തിക്കണം. ന രാവണാധിപത്, രാവണനെ പോലെ ചെയ്യരുത്. അപ്പോഴാണ് മിതവാദി ശ്രീകൃഷ്ണൻ പറയുന്നത്, ഈ ഹിന്ദു ദൈവങ്ങളുടെ നടപടികൾ കണ്ടുപഠിച്ച് നടക്കുന്നതായാൽ ബ്രിട്ടീഷ് ഭരണം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന കാര്യത്തോളം മര്യാദക്കാരുടെ ലിസ്റ്റിൽപ്പെടുവാൻ തരമുണ്ടെന്ന് തോന്നുന്നില്ല. എന്താണ് കാരണം അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട്. ബ്രഹ്മാവും ശിവനും വിഷ്ണുവും മറ്റു ഹിന്ദു ദൈവങ്ങളും ചെയ്ത ദുഷ്കൃത്യങ്ങളെപ്പറ്റി എഴുതുന്നത് മാത്രമല്ല, ചിന്തിക്കുക പോലും ചെയ്യുന്നത് മനുഷ്യനെ വഷളാക്കി തീർക്കുമെന്നുള്ളതിന് സംശയമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് വളരെ വിശദമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ തൽക്കാലം അതിൻ്റെ മറ്റു വിഷയങ്ങളിലേക്കൊന്നും തന്നെ കടക്കുന്നില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്? ഇപ്പം രാമാധിപത് പ്രവർത്തിതവ്യം, രാമനെ പോലെ പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും കീഴ്ജാതിക്കാർ, കീഴാളരാക്കപ്പെട്ട മനുഷ്യർ വിദ്യാഭ്യാസത്തിന് പ്രവേശിക്കുമ്പോൾ അവരുടെ തല വെട്ടണം, ഗർഭിണിയായ ഭാര്യയെ കാട്ടിലുപേക്ഷിക്കണം. രാമാധിപത് പ്രവർത്തിതവ്യം, രാമനെ പോലെ പ്രവർത്തിക്കണം. താടകയെ കൊല്ലണം. എന്താണ് താടക ചെയ്ത തെറ്റ്? എന്തെങ്കിലും തെറ്റ് ചെയ്തോ താടക? ഒരു തെറ്റും ചെയ്തില്ല. പക്ഷെ താടക കുറ്റക്കാരിയാണ്. താടക കുറ്റക്കാരി, ഭീകര ജന്തുവിനെ പോലെയാണ് വാൽമീകി രാമായണത്തിൽ താടക അവതരിപ്പിച്ചിട്ടുള്ളത്. താടക അയോധ്യയിൽ ചെന്നോ? രാമന്റെ കഴുത്തിന് പിടിച്ചോ? അതോ അയോധ്യ രാജ്യത്തിൽ നിന്ന് രാമനെ ഉന്മൂലനം ചെയ്യാൻ പ്രയത്നിച്ചോ? ഒരു തെറ്റും ചെയ്തില്ല. പിന്നെ എന്തിനായിരുന്നു ഈ രാമനും വിശ്വാമിത്രനും കൂടെ താടക താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയത്? എന്തിനാ പോയത്? ആ പോയതിൻ്റെ ചരിത്രം നമ്മൾ അന്വേഷിക്കണം. രാമായണം ചരിത്രമാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ആ കഥയുടെ പിന്നാലെ ഒന്ന് പോകണം. അപ്പോഴാണ് ആ കഥയിൽ വീണ് കിടക്കുന്ന സാംസ്കാരിക പശ്ചാത്തലം നമുക്ക് മനസ്സിലാവുക. ആ പശ്ചാത്തലം എന്ന് പറയുന്നത് വിശ്വാമിത്രന്റെ നേതൃത്വത്തിൽ രാമനുമായി നടന്ന യാത്ര എന്ന് പറയുന്നത് തദ്ദേശീയ ആദിവാസി ജനവിഭാഗങ്ങൾ താമസിച്ച സ്ഥലത്തേക്ക് കടന്നു കയറുന്ന ബ്രാഹ്മണാധിനിവേശത്തെയാണ് യഥാർത്ഥത്തിൽ ഈ വിശ്വാമിത്രൻ്റെയും രാമൻ്റെയും യാത്ര സൂചിപ്പിക്കുന്നത്. കാരണം ആദിവാസികൾ നല്ല സെറ്റിൽമെൻറ്റോടു കൂടിയാണ് കഴിയുന്നത്. ആ ഗ്രാമം പിടിച്ചടക്കുക, ഇതായിരുന്നു വിശ്വാമിത്രൻ്റെയും രാമൻ്റെയും യാത്ര. ഇല്ലെങ്കിൽ അയോധ്യ രാജധാനിയിൽ യാഗം ചെയ്താൽ പോലെ വിശ്വാമിത്രന് അവിടെ ആവശ്യത്തിന് സ്ഥലം കൊടുക്കുമായിരുന്നല്ലോ. അതുപോലെ താടക താമസിക്കുന്ന സ്ഥലത്ത് തന്നെ വിശ്വാമിത്രന് യാഗം ചെയ്യണം. ഇതെന്തൊരു കുകിൽ, വേറൊന്നും യാഗം ചെയ്യില്ല. അപ്പം യാഗം എന്ന് പറയുന്ന പേരിൽ നടന്ന എന്താണ്? ബ്രാഹ്മണാധിനിവേശമാണ്, ക്ഷത്രിയാധിനിവേശമാണ് എന്നുള്ള ഒരു സാംസ്കാരിക പശ്ചാത്തലമാണ്. ആ സാംസ്കാരിക പശ്ചാത്തലത്തിന്റെ നിഴലാണ് ഈ കഥയിൽ അന്തർലീനമായിട്ടുള്ളത് എന്നുള്ളതാണ്. ബാലിയെ കൊന്നത് എന്തിനാണ്? ബാലിയെ കൊന്നത് സുഗ്രീവന്റെ ഭാര്യയെ കൂടി ഈ ബാലി കല്യാണം കഴിച്ചു കൂടെ പാർപ്പിക്കുന്നുള്ളതാണ് ബാലിയുടെ നേർക്ക് ഉള്ള പ്രധാനപ്പെട്ട വാദകം. ദശരഥന് 100 കണക്കിന് ഭാര്യമാര്, അതിനൊരു പ്രശ്നവുമില്ല. ബാലിക്ക കുറ്റം മുഴുവൻ. പ്രധാനപ്പെട്ട 4 ഭാര്യമാര്, അതിനും കുഴപ്പമില്ല. പാവപ്പെട്ട ബാലിക്ക് ഇതൊന്നും പറ്റത്തില്ല. ഈ പുത്രകാമേഷ്ടി എന്ന് പറഞ്ഞൊരു കഥയുണ്ടല്ലോ. സത്യത്തിൽ ആ കഥയിലേക്കൊന്നും കടക്കാതിരിക്കും. ഈ മിതവാദി പറഞ്ഞ കഥയിലേക്ക് നമുക്ക് പോകേണ്ടി വരും.
കഥ എന്താണ്? കഥ ഇവർക്ക് മക്കളില്ല. ശാന്ത എന്ന് പറയുന്നൊരു മകളുണ്ടായിരുന്നു. അവളെ ലോമപാതന് ദാനമായിട്ട് കൊടുത്തു. പിന്നെ മക്കളില്ല. അങ്ങനെ മക്കളില്ലാത്ത വിഷമിക്കുന്ന സമയത്താണ് വസിഷ്ഠ മഹർഷി ഒരു ഉപദേശം കൊടുത്തു. അതെ, ഋഷ്യശൃംഖനെ വിളിച്ചു വരുത്തിയാൽ കാര്യം നടക്കും. ഞാൻ കഥയിലെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ആലോചനയ്ക്ക് വിട്ടിരിക്കുകയാണ് കേട്ടോ. ഋഷ്യശൃംഖനെ വിളിച്ചു വരുത്തിയാൽ കാര്യം നടക്കും. ഋഷ്യശൃംഖം വന്നു, യാഗം ചെയ്തു. കഥ എന്താണ്? ഹോമകുണ്ടത്തിൽ നിന്നും അഗ്നി ഇങ്ങനെ ഉയർന്നു വന്നു. പായസം കൊടുത്തു. പായസം കഴിച്ചപ്പോൾ ആരുണ്ടായി? രാമനും ലക്ഷ്മണനും ഭരതനും ഒക്കെ ഉണ്ടായി. സത്യത്തിൽ നല്ലൊരു പരിപാടിയാ അല്ലേ? പായസം കഴിച്ച മക്കളുണ്ടായാൽ ബഹുഹേമം, കാര്യങ്ങൾ പാടു പറഞ്ഞല്ലോ. എന്തിനാണ് ഈ ഇത്രയും ആശുപത്രികളൊക്കെ ഈ തുറന്നു വച്ചേക്കേണ്ട? ഒരു കാര്യമില്ല. പുത്രകാമേക്ഷ നടത്തുക, പായസം കൊടുക്കുക, കാര്യങ്ങൾ ബഹുകേമം. വേറെ പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് പരിശോധിക്കുമ്പോഴാണ് യാഗത്തിൻ്റെ മറവിൽ അവിടെ എന്താണ് നടന്നത് എന്ന് പരിശോധിക്കുമ്പോൾ ചിത്രം വ്യക്തമാകും. ചില സൂചനകൾ മാത്രമേ പറയുന്നുള്ളൂ. സംസ്കൃതത്തിലൊരു ചൊല്ലുണ്ട്, സംക്ഷേപേണ വക്തവ്യം, ചുരുക്കി പറയാം. യാഗം നടക്കുകയാണ്. യാഗത്തിൻ്റെ ഒരു പ്രധാന പരിപാടി എന്ന് വെച്ചാൽ രാത്രിയാകുമ്പോൾ ഈ യാഗത്തിന് കൊണ്ടുവരുന്ന കുതിരയുടെ ശിശ്നം കണ്ടിച്ചെടുത്ത് അറുത്തെടുത്ത് ഈ യാഗത്തിൻ്റെ യജമാനന്മാരുടെ പത്നിയുടെ യോനിയിൽ സ്പർശിക്കുക. ഇത് രാത്രിയിൽ നടക്കുന്ന ചടങ്ങാണ്. ബാക്കി നിങ്ങളുടെ ആലോചനയ്ക്ക് വിട്ടിരിക്കുക. ഋഷ്യശൃംഖൻ എങ്ങനെ രാമനും ലക്ഷ്മണനും ഒക്കെ ഉണ്ടായി എന്ന് പറയുന്നത് ഈ യാഗത്തിൻ്റെ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇതൊരു ദിവ്യ കഥയായിട്ട് അവതരിപ്പിക്കപ്പെടുക. ഇത്തരം കാര്യങ്ങളാണ് ആര് സൂചിപ്പിക്കുന്നത്? ഈ കഥകളനുസരിച്ച് ജീവിച്ചാൽ ബ്രിട്ടീഷുകാരുടെ ഭരിക്കുന്ന ഈ രാജ്യത്ത് നമുക്ക് തല ഉയർത്തി നടക്കാൻ കഴിയില്ല എന്നാണ് ആര് പറഞ്ഞത്? മിതവാദി പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. നിങ്ങൾക്ക് വാൽമീകി രാമായണം എടുത്ത് വായിച്ചു നോക്കിയാൽ ഈ കഥകളെല്ലാം മനസ്സിലാകും. അപ്പോൾ ഇതിൻ്റെ പ്രാരംഭത്തിൽ ഈ മാധവൻ എഴുതും, ജാതിഭേദങ്ങളും ഉച്ചനീചാവസ്ഥകളും കൊണ്ട് പ്രത്യേകിച്ചും ദുഷ്ടമായിരിക്കുന്ന ഹിന്ദുമതക്കൂട്ടിൽ കുടുങ്ങിപ്പോയത് മൂലമുളവായ അസ്വാതന്ത്ര്യം, അവശത ഇവകളാൽ നേരിട്ട മതപരിവർത്തനം ഇവരുടെ സംഖ്യയെ ക്രമാതീതമായി ശോഷിപ്പിച്ചിട്ടുണ്ട്. ഈഴവരുടെ കാര്യമാണ് പറയുന്നത്. ഈഴവരുടെ ജനസംഖ്യ പലതായി ഭിന്നിച്ചു പോയതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഹിന്ദുമതത്തിലെ ജാതി വ്യവസ്ഥയാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ മാധവൻ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം പറയും, ഹിന്ദുമതത്തിലെ നമ്മുടെ താണനില മറ്റ് രാഷ്ട്രീയ അവകാശങ്ങളെയും സമഗ്രമായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈഴവർ ഹിന്ദുക്കളാണോ, ദളിതർ ഹിന്ദുക്കളാണോ, പിന്നോക്കക്കാർ ഹിന്ദുക്കളാണോ? ഈ മാധവൻ പറയും, നാം ഹിന്ദുക്കളാണെന്ന് കാണിക്കാൻ ഒരു പ്രമാണവും അവർക്കില്ല. അവരുടെ വർണ്ണവ്യവസ്ഥയിൽ നമ്മെ ഉൾപ്പെടുത്തിയിട്ടുമില്ല. വർണ്ണവ്യവസ്ഥയിൽ ആരൊക്കെയാ ഉള്ളത്? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ഈ 4 പേര് മാത്രമേ ഉള്ളൂ. വിരാട് പുരുഷൻ ഉൽപ്പത്തി അനുസരിച്ച് ബ്രാഹ്മണ മുഖത്തു നിന്നുണ്ടായി, ശൂദ്രൻ ഭാഗത്തു നിന്നുണ്ടായി. പെരിയാർ EV രാമസ്വാമി നായ്ക്കർ പറയുന്നത് പോലെ, ചോദിച്ചതുപോലെ, ഉന്നയിച്ചതുപോലെ, അപ്പൊ ഈഴവരും ദളിതരും ഒക്കെ എവിടെ നിന്നുണ്ടായി? പെരിയാർ ഉത്തരം നൽകുന്നു, അവരൊക്കെ അവരവരുടെ അച്ഛനമ്മമാർക്കുണ്ടായി. ബാക്കിയുള്ളവർക്കൊക്കെ വിരാട് പുരുഷന്റെ മുഖത്തു നിന്നുണ്ടായപ്പോൾ ഈഴവരും ദളിതരും ഒക്കെ അവരവരുടെ അച്ഛനമ്മമാർക്കാണ് ഉണ്ടായത്. ഗുരുസ്വാമികൾ ഈ ചാതുവർണ്ണ ഉൽപ്പത്തിയെ പരിഹസിച്ചു. അതെന്താ, മരം പൊട്ടി മുളയ്ക്കും പോലെയാണോ മനുഷ്യരുണ്ടാകുന്നത് എന്ന് നാരായണ ഗുരുസ്വാമികൾ ഈ ചാതുർവർണ്ണത്തെ നിഷ്കരുണം പരിഹസിക്കുകയാണ് ഉണ്ടായത്. ചുരുക്കത്തിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം, സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന പുസ്തകം അടിസ്ഥാനപരമായി ചെയ്യുന്ന എന്താണ്? സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന പുസ്തകം അടിസ്ഥാനപരമായി ചെയ്യുന്നത് ഡോക്ടർ BR അംബേദ്കർ ജാതി നിർമൂലനത്തിൽ ചെയ്തതുപോലെ ഇന്ത്യയിൽ ഹിംസാത്മകമായി തുടരുന്ന ജാതി വാഴ്ചകളെയാണ് അദ്ദേഹം നിശ്ചിത വിമർശനം ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ മാധവൻ സ്വതന്ത്ര സമുദായത്തിൽ ഇങ്ങനെ എഴുതി, ഹിന്ദുമതത്തിലെ ചപ്പുചവറുകൾ കളഞ്ഞാൽ അനുഭവം ഉള്ളിയുടെ തൊണ്ട് കളഞ്ഞാൽ എന്ന പോലെ ഇരിക്കുമെന്നുള്ളതിന് സംശയമുണ്ടോ? ഉള്ളിത്തൊലി പൊളിക്കുന്നത് പോലെയാണ് ഇത് എന്നാണ് ആര് പറഞ്ഞത്? ഈ മാധവൻ പറഞ്ഞത്. എറണാകുളത്ത് ഞാനും രാഹുൽ ഈശ്വരനും തമ്മിലൊരു സംവാദം നടന്നിരുന്നു. സനാതന ധർമ്മത്തെ സംബന്ധിച്ചായിരുന്നു സംവാദം.
അതിൽ രാഹുൽ ഈശ്വർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു വാദം എന്ന് പറഞ്ഞാൽ, ഡോക്ടർ ശ്യാംകുമാർ ഈ മതഗ്രന്ഥങ്ങളിലെ മോശം കാര്യങ്ങളെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ, സംസ്കൃത ഗ്രന്ഥങ്ങളിലെ മോശം കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് എന്നാണ് രാഹുൽ ഈശ്വർ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞ മറുപടി, ഈ നല്ല കാര്യങ്ങൾ, മോശം കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നല്ല കാര്യം എടുക്കുകയാണെങ്കിൽ പുസ്തകത്തിൻ്റെ പുറംചട്ട മാത്രമേ കാണത്തുള്ളൂ, ഒറ്റ താള് പോലും കാണത്തില്ല. കാരണം എല്ലാ താളിലും ജാതി വ്യവസ്ഥയാണല്ലോ, ജാതിയെ ന്യായീകരിക്കാത്ത ഒരു വരി പോലും ഇല്ല എന്ന സ്വതന്ത്ര സമുദായത്തിൽ ഈ മാധവൻ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ വേദേതിഹാസ പുരാണ പാഠങ്ങളിലെ തമാശകളെ, മനുഷ്യഹിംസകളെ കുറിച്ചും ഈ മാധവൻ എഴുതുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കൊട്ടേഷൻ ഇവിടെ ഉദ്ധരിക്കാം. ആദ്യകാലത്ത് ആര്യന്മാർ തങ്ങൾക്ക് അതിഭയങ്കരമായി തോന്നി ഇടി, മിന്നൽ, വായു, പാറ, വൻമരം മുതലായ പ്രപഞ്ചവസ്തുക്കളും സംഭവങ്ങളും കണ്ടു ഭയന്ന അവയിൽ ദിവ്യത്വം സങ്കല്പിച്ചുള്ള സ്തുതികളും അർച്ചനകളും ഇന്ദ്രനെക്കുറിച്ചുള്ള സ്തോത്രങ്ങളും മറ്റും വേദങ്ങളിൽ ഏറ്റവും പ്രാചീനമെന്നറിയപ്പെടുന്ന ഋഗ്വേദത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇതിലെ ഒരു മണ്ഡലം മുഴുവൻ മദ്യമെടുക്കുന്ന സോമലതയെ ദൈവമാക്കിയിട്ടുള്ള പ്രാർത്ഥനകളാണ്. സോമലതയെ പറ്റിയാണ് എന്ന് പറഞ്ഞാൽ സുരയാണ്, ഒന്നാം തരം കള്ളാണ്. പക്ഷെ ഇപ്പോൾ നരേന്ദ്രഭൂഷണെ ഉൾപ്പെടെയുള്ളവർ വ്യാഖ്യാനിക്കുന്ന എങ്ങനെയാണ്? സോമം എന്ന് പറഞ്ഞാൽ സോമമല്ല, ഉമയോടുകൂടിയവൻ എന്നേ അർത്ഥമുള്ളൂ. ഗോവെന്ന് പറഞ്ഞാൽ പശുവല്ല, ഗോ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചമാണ്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനല്ല, അത് നന്മയുടെ പ്രതീകമാണ്. ഇങ്ങനെ പലതരം വ്യാഖ്യാനങ്ങളാണ്. ഭഗവത്ഗീതയിൽ പറയും, എന്താണ് ബ്രാഹ്മണ ലക്ഷണം? സത്യസന്ധത, ദയ, ക്ഷമ, ഇതൊക്കെയാണ് ബ്രാഹ്മണ ലക്ഷണം. ഭാസന്റെ പഞ്ചരാത്രത്തിൽ ദ്രോണരെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ബ്രാഹ്മണാർജവ ബുദ്ധി, കള്ളമെന്തെന്നറിയാത്തവനെ. അതായത് ബ്രാഹ്മണൻ സമം സത്യസന്ധത. ശബരിമലയിലെ സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ട് പോയതൊരു പോറ്റിയാണ്. ബ്രാഹ്മണാർജവ ബുദ്ധി, കള്ളമെന്തെന്നറിയാത്തവനെ. പക്ഷേ മറ്റാരെങ്കിലുമായി കുറ്റം ചെയ്തെങ്കിലോ? ഒരു മുസ്ലിം ആയിരുന്നു എങ്കിൽ ഫേസ്ബുക്ക് നിറയെ ഇപ്പോൾ ഉപന്യാസം കൊണ്ട് നിറഞ്ഞേനെ, എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷെ പോറ്റിയായ കാരണം ആർക്കും മിണ്ടാട്ടമില്ല. കേരളീയ സമൂഹം മതേതരത്വം അങ്ങ് പിടിച്ചു മുറുക്കിയിരിക്കുക. എല്ലാവരും പോറ്റിയല്ലേ, ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. ബ്രാഹ്മണർ അങ്ങനെയൊക്കെ ചെയ്യുമോ? ഇതാണ് ഗാന്ധിയെ കൊന്നത് ഗോഡ്സെ എന്ന് പറയുന്ന ബ്രാഹ്മണനാ. ഗുജറാത്തിൽ വലിയ കൊലപാതകങ്ങൾക്ക് നേതൃത്വം വഹിച്ച ഒരു ബ്രാഹ്മണരാ. പക്ഷേ കുറ്റവാളി ഗോത്രങ്ങളായി മുസ്ലിങ്ങളെയും ദളിതരെയും പിന്നോക്കരെയും സ്ഥാനപ്പെടുത്തുന്ന ഒരു വ്യവസ്ഥാക്രമം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ നമ്മൾ കാണാതെ പോകരുത് എന്നുള്ളതാണ്. മാധവൻ പറയും, പശു, കാള, പോത്തു, കുതിര, ആട് മുതലായ മൃഗങ്ങളുടെ ഏതേതു ഭാഗത്ത് ഇറച്ചിയാണ് നല്ലത്, അത് പാകം ചെയ്യേണ്ട വിധം എങ്ങനെ, യാഗത്തിൽ പങ്കുകൊള്ളുന്ന ഓരോരുത്തർക്കും ഏതേതു ഭാഗത്ത് എത്രയംശം ഇറച്ചി വീതം പങ്കുവെക്കണം, ഇത്യാദി സംഗതികൾ ഋഗ്വേദത്തിൽ പ്രധാനമായി അടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയാമോ? ഇറച്ചി എന്ന് പറഞ്ഞാൽ ഇറച്ചിയല്ല, അത് ഹവിസ് മാത്രമാണ്. എങ്ങനെയെങ്കിലും ഒന്ന് ന്യായീകരിച്ച് മെഴുകണ്ടേ? അതിനുവേണ്ടിയാ. ഇറച്ചിയല്ല. മാംസം എന്ന് പറഞ്ഞാൽ എന്താണ്? ലീലാവതി ടീച്ചറിൻ്റെ വാൽമീകി രാമായണ വ്യാഖ്യാനമുണ്ട്. ടീച്ചർ പറയും, മാംസം എന്ന് പറഞ്ഞാൽ പരിഭാഗമായ ഫലമാകുന്നു. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാംസമൊന്നുമല്ല. ടീച്ചർ ഈ മാംസം എന്ന് പറയുന്നതിൻ്റെ തൊട്ടടുത്തൊരു കുറിപ്പ് കൊടുക്കും. മാംസം എന്താല്ല, ഇറച്ചിയല്ല. കാരണം രാമൻ ഇറച്ചി തിന്നുവെന്ന് ടീച്ചറിന് ആലോചിക്കാനേ കഴിയുന്നില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഇഷ്ടം പോലെ ഇറച്ചിയും മീനും ബഹുകേമമായി തട്ടിയ ആൾക്കാരാണ് ഇവരെന്ന് വാൽമീകി രാമായണവും ഭാഗവതവും ഈ ഋഗ്വേദവും എല്ലാം പരിശോധിച്ചാൽ വ്യക്തമാണ്. യാഗകാലത്തെ ചടങ്ങുകളും അപ്പോൾ ചൊല്ലേണ്ട ഗാനങ്ങളും മറ്റുമാണ് ബാക്കി 3 വേദങ്ങളിലും അടങ്ങിയിരിക്കുന്നത്. മഴക്കാറ് കാണുമ്പോൾ തവള കരയുന്നത് കണ്ട് മഴയ്ക്ക് കാരണം തവളയുടെ കരച്ചിലാണെന്ന് കരുതി തവളയെ ദൈവമാക്കി പ്രാർത്ഥിക്കുന്നതും മറ്റും വേദങ്ങളിലെ അജ്ഞതയ്ക്കും കഥയില്ലായ്മയ്ക്കും ദൃഷ്ടാന്തങ്ങളാണ് എന്ന് വളരെ നേരത്തെ വളരെ ആഴത്തിൽ തിരിച്ചറിഞ്ഞ ഒരാളാണ്. പക്ഷെ ഇപ്പോഴും യാഗം നടത്തുക, ചളവറയിലെ കുബേരയാഗം നമ്മൾ മറന്നു പോകരുത്. ആചാര്യ M.R. രാജേഷിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് പുത്രകാമേഷ്ടി നടന്ന് നമ്മൾ മറന്നു പോകരുത്. ഇപ്പോഴും തിരുവനന്തപുരത്ത് മുറജപം നടക്കുന്നത് നമ്മൾ മറന്നു പോകരുത്. എന്നിട്ടും കേരളം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും പുരോഗമിക്കുന്നുണ്ട്. ഏതർത്ഥത്തിലാണെന്ന് ചോദിച്ചാൽ
നമ്മൾ മനസ്സിലാക്കേണ്ടത് കായൽ സമ്മേളനത്തിൽ നിന്നും ആലുവ സർവമത സമ്മേളനത്തിൽ നിന്നും മറ്റു ചില സംഗമങ്ങളിലേക്കുള്ള ദൂരം നമ്മൾ പരിശോധിക്കുമ്പോഴാണ് നമ്മൾ എത്രത്തോളം പുരോഗമിച്ചു എന്ന് ബോധ്യപ്പെടുന്നത്. എന്തിനായിരുന്നു കായൽ സമ്മേളനം? കായൽ സമ്മേളനം പുലയരുടെ വിമോചനത്തിനായിട്ട് നടത്തിയതാണ്. എന്തായിരുന്നു ആലുവ സർവമത സമ്മേളനം? ആലുവ സർവമത സമ്മേളനം മതകലഹങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, സാഹോദര്യം എന്ന് പറയുന്ന മഹത്തായ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആലുവ സർവമത സമ്മേളനം നടന്നത്. പക്ഷെ ഇപ്പോൾ ചില സമ്മേളനങ്ങൾ, സംഗമങ്ങൾ നടക്കുന്നത് എന്തർത്ഥത്തിലാണ്, ഏത് തരത്തിലാണ്? അതുകൊണ്ട് കായൽ സമ്മേളനത്തിൽ നിന്നും സർവമത സമ്മേളനത്തിൽ നിന്നും ചില ദൈവങ്ങളുടെ പേരിൽ നടക്കുന്ന സംഗമത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്, ആ രാഷ്ട്രീയ ദൂരം ഇന്നത്തെ നിലയ്ക്ക് നമ്മൾ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ് എന്നുള്ളതാണ്. ഈ പുസ്തകം നിശ്ചിതമായി പറയുകയാണെങ്കിൽ ജാതി വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള ഒരു പ്രഹരണായുധമായിട്ടാണ് സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന പുസ്തകം നിലനിൽക്കുന്നത്. അത് പൊതുവെ നമ്മൾ പറഞ്ഞാൽ ഹിന്ദുമതത്തിനെതിരാണെന്ന് തോന്നുമെങ്കിലും നാരായണ ഗുരുസ്വാമികൾ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ. എന്തുകൊണ്ടാണ് നാരായണ ഗുരുസ്വാമികൾ ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് പറയാൻ കാരണം? അങ്ങനെ പറയുന്നതിനൊരു സവിശേഷ സാഹചര്യമുണ്ട്. RSS രൂപീകരിച്ചതിൻ്റെ 12ാമത്തെ ദിവസമാണ് നാരായണ ഗുരുസ്വാമികൾ CV കുഞ്ഞിരാമനോട് പറഞ്ഞത്, ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ. ഇന്ന് തീർച്ചയായിട്ടും വിജയദശമിയാണ്, ഗാന്ധി ജയന്തിയാണ്. RSS രൂപീകരിച്ചതിൻ്റെ 100ാം വാർഷികം ഹിന്ദുത്വവാദികൾ ആഘോഷിക്കുന്ന ഒരു വേള കൂടിയാണ്. അത്തരമൊരു കാലഘട്ടത്തിൽ സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന പുസ്തകത്തിനും ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ എന്ന് RSS രൂപീകരിക്കുന്നതിൻ്റെ 12 ദിവസം മുമ്പ് പറഞ്ഞ ഗുരുവിൻ്റെ ആഴമേറിയ ദർശനവാക്യങ്ങൾക്കും ഇന്ന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഈ മാധവനും ഗുരുവും ആഴത്തിൽ തിരിച്ചറിഞ്ഞിരുന്നു, ഈ ഇന്ത്യയിലെ അവർണ ജനവിഭാഗങ്ങളെ ഹിന്ദുക്കളായി നിലനിർത്തുന്നതിൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് ബ്രാഹ്മണ മതത്തിൻ്റെ കീഴിൽ അവരെ എക്കാലവും അടിമകളാക്കി അണിനിരത്തുന്നതിന് വേണ്ടിയാണ് എന്നുള്ളത് വളരെ ആഴത്തിൽ നാരായണ ഗുരുസ്വാമികളും ഈ മാധവനും തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഈ ഈഴവരും ദളിതരും പിന്നോക്ക ജനതയായി നിൽക്കുന്ന ആളുകളും ഒരിക്കലും ബ്രാഹ്മണ മതത്തിൻ്റെ അടിമകളായി തുടരേണ്ടവരല്ലെന്നും അവരെല്ലാം തന്നെ സ്വതന്ത്ര അസ്തിത്വമുള്ള മനുഷ്യരാണെന്നുമുള്ള പ്രഖ്യാപനമാണ് ആർക്കുള്ളത്? ഈ മാധവന്റെ സ്വതന്ത്ര സമുദായത്തിലുള്ളത്. മാധവൻ പറയും, ക്ഷേത്രത്തെ സംബന്ധിച്ച്, ക്ഷേത്രങ്ങളും ആരാധനകളും എന്ന് പറയുന്നൊരു ഭാഗത്ത് അദ്ദേഹം എഴുതുന്നുണ്ട്, ക്ഷേത്രങ്ങളെല്ലാം തന്നെ ജാതിയെയും അസമത്വങ്ങളെയും അഴിമതികളെയും പരിപാലിച്ചു പോരുന്നു. എവിടെ ക്ഷേത്രമുണ്ടോ അവിടെയുള്ള ആളുകൾ കൂടുതൽ അന്ധവിശ്വാസികളും ജാതിക്കുശുമ്പുള്ളവരുമായി പരിണമിക്കുന്നു. നോക്കൂ, എത്ര കാലത്തിനു മുമ്പ് എഴുതിയ വാചകമാണ്. എവിടെ ക്ഷേത്രമുണ്ടോ അവിടെ അന്ധവിശ്വാസവും ജാതിക്കുശുമ്പുള്ളവരും വർദ്ധിക്കുന്നു എന്നാണ് ഈ മാധവൻ പറഞ്ഞത്. സത്യമല്ലേ? ഇരിങ്ങാലക്കുടയിൽ എന്താ കാണുന്നത്? ജാതിക്കുശുമ്പ് വർദ്ധിച്ചു വരിക. അതാണ്, എവിടെ ക്ഷേത്രമുണ്ടോ അവിടെയുള്ള ആളുകൾ കൂടുതൽ അന്ധവിശ്വാസികളാകുന്നു. അപരിചിതനായ ഒരു അവർണന് ഏതെങ്കിലും ഒരു ക്ഷേത്രം കണ്ടാൽ ഭക്തിക്ക് പകരം ഭയം കൊണ്ടുള്ള ആദിയാണ് ജനിക്കുന്നത്. സവർണ ക്ഷേത്രമാണെങ്കിൽ അല്പം അടുത്തു പോയാൽ അടി പുറത്തു വീഴുമെന്നറിയാം. അടിക്കാതെ വിടുവാൻ തയ്യാറില്ലാത്ത ജാത്യന്തന്മാരാണ് ക്ഷേത്ര പരിസരങ്ങളിൽ താമസിക്കുന്ന സവർണരെന്നും അവൻ അറിയാം. ഇതാണ് അവർണന്റെ ആധിക്യം ഭയത്തിനും കാരണം. ഏതു പരിഷ്കാരത്തെയും സംഘടനകളെയും ക്ഷേത്രോപജീവികൾ എതിർക്കുമെന്നുള്ളതിന് സംശയമില്ല. ഇതാണ് വാചകം. ഏതു പരിഷ്കരണത്തെയും സംഘടനകളെയും ക്ഷേത്രോപജീവികൾ എതിർക്കുമെന്നുള്ളതിന് സംശയമില്ല. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാമെന്ന് പുരോഗമനപരമായ ഒരു വിധികൾ വന്നപ്പോൾ ക്ഷേത്രോപജീവികൾ എന്ത് ചെയ്തു? കേരളം മുഴുവൻ കലുഷിതമാക്കി. ഈ ക്ഷേത്രങ്ങളെ കൊണ്ട് ഹിന്ദുക്കൾക്ക് ഇതുവരെ യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല. ഈഴവരും ദളിതരൊക്കെ ഹിന്ദുക്കളാണെന്നാണല്ലോ പറയുന്നത്. ഈ ക്ഷേത്രം കൊണ്ട് ദളിതർക്ക് എന്ത് പ്രയോജനം ഉണ്ടായി? ഏതെങ്കിലും കമ്മിറ്റിയിൽ അവരുണ്ടോ? എന്ത് വരുമാനമാണ് അവർക്ക് കിട്ടുന്നത്? ഒരു ചുക്കുഞ്ഞുണ്ടാകുമില്ല, ഒരു പ്രയോജനം, നിഷ്പ്രയോജനം. മാസ്റ്റർ പ്ലാൻ എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഇത് ദളിതർക്കും ആദിവാസികൾക്കുള്ള മാസ്റ്റർ പ്ലാൻ, അവരെ പുറത്താക്കുന്ന മാസ്റ്റർ പ്ലാൻ. അവർക്ക് യാതൊരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് മാസ്റ്റർ പ്ലാൻ എന്നൊക്കെ കേട്ട് നമ്മൾ ഞെട്ടണ്ട, നമ്മളതിൽ വളരെ ജാഗരൂകരായിട്ട് ഇരിക്കണം എന്നുള്ളതാണ്. ചുരുക്കം പറഞ്ഞാൽ ഈ പുസ്തകത്തിലൂടെ മുഴുവൻ കടന്നു പോകുന്നില്ല, ചില സൂചനകൾ മാത്രമേ ഈ പുസ്തകത്തിൽ നൽകുന്നുള്ളൂ. ഈ പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ചുരുക്കം പറഞ്ഞാൽ സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന പുസ്തകം അടിസ്ഥാനപരമായി
നമ്മളെ ആഴത്തിൽ പിടിമുറുക്കിയിരിക്കുന്ന, വർത്തമാനകാലത്ത് നമ്മളെ ആഴത്തിൽ പിടിമുറുക്കിയിരിക്കുന്ന സാംസ്കാരിക ഹിംസകളെ തുറന്നു കാണിക്കുന്ന ഒരു പുസ്തകമാണ് ഈ മാധവന്റെ സ്വതന്ത്ര സമുദായം. ഈ സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ചർച്ച ഞാൻ അതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സെമിനാറിന്റെ പോസ്റ്റർ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുമ്പോൾ ഒരു എതിർവാദം ഉണ്ടായത്, സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന പുസ്തകം ഈഴവർക്കിടയിൽ പോലും യാതൊരു തരത്തിലുള്ള ആഘാതവും സൃഷ്ടിച്ചൊരു പുസ്തകമല്ല എന്നും ഈഴവർക്കിടയിൽ തെറ്റിദ്ധാരണ വളർത്താൻ ഇടയാക്കിയൊരു പുസ്തകം കൂടിയാണ് സ്വതന്ത്ര സമുദായം എന്ന് പറഞ്ഞ വാദം, സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന പുസ്തകം എന്നൊരു വാദം ഉന്നയിക്കപ്പെടുകയുണ്ടായി. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ സ്വതന്ത്ര സമുദായം ആക്രമിക്കുന്ന ആരെയാണ്? ബ്രാഹ്മണ്യത്തെയും ബ്രാഹ്മണ ഹിംസയെയുമാണ് ഈ പുസ്തകം പ്രധാനമായിട്ടും ആക്രമിക്കുന്നത്. അല്ലാതെ അവർണരുടെ ഏതെങ്കിലും തരത്തിലുള്ള ദൈവവിശ്വാസത്തെയോ അവർണരുടെ ഏതെങ്കിലും തരത്തിലുള്ള ആചാരവിശ്വാസ ക്രമങ്ങളെയോ അല്ല. നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഞങ്ങൾ വിശ്വാസത്തെ സംരക്ഷിക്കുന്നവരാണ്, ഞങ്ങൾ വിശ്വാസ സംരക്ഷകരാണെന്ന് പൊതുവെ പുരോഗമന കക്ഷികളും അല്ലാത്ത കക്ഷികളും എല്ലാം കേരളത്തിൽ നിരന്തരം പറയും, നമ്മൾ കേൾക്കുന്നതാണ്. ഏത് വിശ്വാസത്തെ സംരക്ഷിക്കുന്ന കാര്യമാണ്? അവർണരുടെ ഏതെങ്കിലും വിശ്വാസം സംരക്ഷിച്ച ചരിത്രം കേരളത്തിലോ ഇന്ത്യക്കോ ഉണ്ടോ? നോക്കൂ, D.D. കൊസാംബിയ ആൻ ഇൻട്രൊഡക്ഷൻ ഇന്ത്യ ചരിത്രം എന്ന് പറയുന്ന, അതിൻ്റെ ഇന്ത്യ ചരിത്രത്തിൻ്റെ ആമുഖം എന്ന മുഖപുര എന്ന് പറയുന്ന പുസ്തകം D.D. കൊസാംബിയ എഴുതുന്നുണ്ട്. പന്തർപൂരിലെ കൃഷ്ണനെ പറ്റി കൊസാംബി പറയും. ആ കൃഷ്ണൻ ആദ്യകാലത്ത് പശുപാലക ഗോത്രത്തിൻ്റെ ദൈവമായിരുന്നു. ആ കൃഷ്ണനെ ബ്രാഹ്മണ്യം അപഹരിച്ചു. എൻ്റെ കണ്ണനെയും നിങ്ങൾ അപഹരിച്ചു എന്ന് കവി പാടിയത് ഓർക്കുക. തിരുപ്പതി ക്ഷേത്രത്തിൽ ആദ്യം ഉണ്ടായിരുന്ന ആരായിരുന്നു? തിരുപ്പതി ക്ഷേത്രത്തിൽ ആദിവാസികളുടെ ദൈവമായിരുന്നു തിരുപ്പതിയിലെ പന്നി. ആ പന്നിയെ എന്താക്കി മാറ്റി? മഹാവിഷ്ണുവാക്കി മാറ്റി. യോക്കോ യോക്കോച്ചിയുടെ ദ വാരിയർ ഗോഡസ് എന്ന് പറയുന്ന വളരെ വിഖ്യാതമായ പ്രബന്ധത്തിൽ വിന്ധ്യാപർവ്വത വനവാസികളുടെ അമ്മ ദൈവത്തെ ബ്രാഹ്മണർ ദുർഗയാക്കി മാറ്റിയതിനെ പറ്റി യോക്കോ യോക്കോച്ചി അവരുടെ പ്രബന്ധത്തിൽ എഴുതുന്നുണ്ട്. കേരളത്തിലെ അയ്യപ്പനെ പൂണൂലിടിയിച്ച് ബ്രാഹ്മണ്യം സ്വന്തമാക്കി. ശബരിമലയിൽ നിന്നും ഈഴവരെയും മലയരയരെയും ചവിട്ടി പുറത്താക്കി. ഇപ്പം അവർക്ക് യാതൊരു അവകാശവും ഇല്ല. ഈ ബ്രാഹ്മണ്യ അധികാരത്തെയാണ് ഇങ്ങനെ ചരിത്രപണ്ഡിതയായ വിജയനാഥ് സൂചിപ്പിച്ചതുപോലെ ബ്രാഹ്മണിക്കൽ അക്കൾച്ചറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ഇന്ത്യയിലെ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ അറിവ് രൂപങ്ങളെ ഇന്ത്യൻ ബ്രാഹ്മണ്യം സ്വാംശീകരിച്ച് അവരുടേതാക്കി മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആരുടേതായിരുന്നു ഈ അറിവുകളെല്ലാം? ഈ അറിവുകൾ ഇപ്പൊ കൃഷിയെ സംബന്ധിച്ച് ആരാണ് കൃഷി ചെയ്തത്? കൃഷി ചെയ്തത് മൊത്തം പുലയരും പറയും ആദിവാസികളൊക്കെ കൃഷി ചെയ്തത്. പക്ഷേ രാജഗുരുക്കൾ ചരിത്രം എഴുതുമ്പോൾ കൃഷി കൊണ്ടുവന്നത് ആര്യബ്രാഹ്മണരാണ്. വടക്കൂന്ന് ബ്രാഹ്മണര് വന്നപ്പോഴാണ് കൃഷി കൊണ്ടുവന്നതാണ് രാജഗുരുക്കളുടെ ചരിത്രം. കേരള ചരിത്രം 1ഉം 2ഉം ഭാഗം വായിച്ചു നോക്കി നമുക്ക് ബോധ്യപ്പെടുക. ജ്യോതിഷം കൊണ്ടുവന്നതിലൂടെയാണ് കേരളത്തിൽ കൃഷി വ്യാപിച്ചത് എന്ന് രാജഗുരുക്കൾ പറയും. പക്ഷേ 16ാം നൂറ്റാണ്ടിലെ തിരുവല്ല ഗ്രന്ഥവരി വായിച്ച് നമുക്ക് കാണുന്ന എന്താണ്? തിരുവല്ല ഗ്രന്ഥവരിയിൽ കാണും മുഹൂർത്തം വാമനപ്പണിക്കർ പണം 1, മുഹൂർത്തം പാടകശ്ശേരിക്ക് പണം 1. അതായത് ആര്യബ്രാഹ്മണർ കേരളത്തിൽ വളരെ ശക്തമാകുന്നതിന് മുമ്പ് തന്നെ കേരളത്തിൽ പണിക്കരും മറ്റും എന്ത് ചെയ്തിരുന്നു? വളരെ ശക്തമായി ജ്യോതിഷം പ്രാക്ടീസ് ചെയ്തിരുന്നു എന്നുള്ളതും വളരെ കൃത്യമായിട്ട് തെളിയുന്നുണ്ട്. തന്നെയല്ല, ആരാണ് കുനിഞ്ഞ് ഒരു പുല്ലെങ്കിലും പറിച്ചത്? അത് ആദിവാസികളും ദളിതരും ഒക്കെയാണ് പറിച്ചത്. പക്ഷേ അവർക്ക് കൃഷിയുടെ ജ്ഞാനം കൊടുത്തത് ബ്രാഹ്മണരാണെന്ന് പറയുന്നത്. ആരാണ് വാസ്തുവിദ്യയുടെ സൃഷ്ടാക്കൾ? അത് ആശാരിയും മൂശാരിയും കല്ലനും കൊല്ലനും ഒക്കെയാണ് ഈ കാണുന്ന കട്ടിലും മേശയും അലമാരിയും എല്ലാം നിർമ്മിച്ചെടുത്തത്. പക്ഷേ മനുഷ്യാലയചന്ദ്രയും മയമതവും ഒക്കെ എഴുതി അതും തങ്ങളുടേതാക്കി ബ്രാഹ്മണ്യം മാറ്റി എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ഈ ബ്രാഹ്മണാധികാരത്തെയാണ് ആര് ചോദ്യം ചെയ്യുന്നത്? സ്വതന്ത്ര സമുദായത്തിലൂടെ ഈ മാധവൻ ചോദ്യം ചെയ്യുന്നത്. അടിസ്ഥാനപരമായി ഇങ്ങനെ ചുരുക്കാം. അടിസ്ഥാനപരമായി അഹം ബ്രഹ്മാസ്മി എന്നും തത്വമസി എന്നും അയമാത്മാ ബ്രഹ്മ എന്നും ഒക്കെ പറഞ്ഞ് നമ്മളെ കുറെ കാലമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ പ്രജ്ഞാനം ബ്രഹ്മയാകുന്നു, നിങ്ങൾ തത്വമസിയാകുന്നു എന്നൊക്കെയാ പറയുന്നത്. തത് ത്വമസി, അത് നീയാകുന്നു, അത് നീയാകുന്നു. പാവം പിടിച്ച ഈഴവൻ ശബരിമല മേൽശാന്തി തസ്തികയിലേക്ക് അപേക്ഷിക്കുമ്പോൾ എന്തില്ല? തത്വമസി ഇല്ല. തത്വമസി പിന്നെ വട്ടപൂജ്യമാണ്. അത് നീയാകുന്നു എന്ന് പറയുന്നതിനർത്ഥം അത് മലയാള ബ്രാഹ്മണനാകുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ നമുക്ക് മനസ്സിലാകുക. തത്വമസി, അത് നീയാകുന്നു.
നമ്മളാരും കരുതരുതേ നമ്മളാകുന്നു എന്നല്ല പറഞ്ഞത് കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. അത് നീയാകുന്നു, തത്വമസി. യോഗിയുടെ കത്ത് വായിക്കുന്ന രംഗം നമ്മൾ കണ്ടു. തത്വമസി, അത് നീയാകുന്നു. യോഗിയുടെ കത്ത് അയ്യപ്പനാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ? ഈ രീതിയിൽ ഹിംസാത്മകമായൊരു പ്രത്യയശാസ്ത്രം നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കുമ്പോൾ ജാതി മൂല്യങ്ങൾ വർദ്ധമാനമായ രീതിയിൽ നമ്മുടെ സമൂഹത്തെ പിടിമുറുക്കുന്നു. ഈ തൃശ്ശൂർ തന്നെയാണ് ഒരു പെൺകുട്ടി കുളത്തിൽ കാല് കഴുകിയെന്നും പറഞ്ഞ് ആ പെൺകുട്ടിക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. 10 ദിവസത്തെ ശുദ്ധി പ്രക്രിയ. വിപ്രവാദ പ്രകളിത സലിലൈഹി സേവ്യതേ പഞ്ചഗവ്യൈഹി എന്ന് വിഷ്ണു സംഹിതയിൽ പറയും. ശുദ്ധി വന്നാൽ ബ്രാഹ്മണന്റെ കാല് കഴുകിയ വെള്ളം ബിംബത്തിൽ തളിക്കണം എന്നാണ്. ഒരു സാധാരണ മനുഷ്യനേക്കാട്ടിലും വില ബ്രാഹ്മണന്റെ കാലിലെ പൊടിക്കാണ് എന്ന് എഴുതിയ പുസ്തകമാണ് ഈ തന്ത്രഗ്രന്ഥങ്ങൾ. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൽ പറയും, ബ്രാഹ്മണരുടെ കാലിലെ പൊടി എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണേ എന്ന്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഇതിഹാസ പുരാണ പാഠങ്ങളിലൂടെ എഴുതപ്പെട്ട ബ്രാഹ്മണിക പ്രത്യയശാസ്ത്രത്തെ സാംസ്കാരികമായി ചരിത്രപരമായി തുറന്നു കാട്ടുന്ന ഒരു പുസ്തകമാണ് സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന പുസ്തകം. സ്വതന്ത്ര സമുദായം ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞൊരു പ്രവൃത്തിയാണ് ഏറ്റെടുത്തത്. ആ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ്? ആ പ്രവൃത്തി എന്ന് പറയുന്നത് ഏതൊരു യുക്തിയും നിഷേധിക്കുന്ന, ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണം എന്ന് പറഞ്ഞ അംബേദ്കർ മുന്നോട്ട് വെച്ച പ്രത്യയശാസ്ത്ര വഴിയാണ് സ്വതന്ത്ര സമുദായം സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് സ്വതന്ത്ര സമുദായം എന്ന് പറഞ്ഞത് വായിച്ചു മാറ്റിവെക്കേണ്ട ഒരു പുസ്തകമല്ല. ഇന്ത്യയിലെ അവർണ ജനതയുടെ വിമോചനത്തിൻ്റെ നേരടയാളവും നേർവാക്യവും വിമോചനാത്മകമായൊരു കൈപ്പുസ്തകവുമാണ് ഈ മാധവന്റെ സ്വതന്ത്ര സമുദായം എന്ന് പ്രത്യേകമായി സൂചിപ്പിച്ചുകൊണ്ട് ഈ പുസ്തകം കൂടുതൽ വായിക്കപ്പെടാനിടയാകട്ടെ, കൂടുതൽ ചർച്ച ചെയ്യട്ടെ. നമുക്കെല്ലാവർക്കും ഈ ജാതി ബ്രാഹ്മണ മൂല്യബോധങ്ങൾ കൈയൊഴിഞ്ഞ് സ്വതന്ത്ര അസ്തിത്വമുള്ള മനുഷ്യ ശരീരങ്ങളായി മാറാൻ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇല്ലാത്ത നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞതുപോലെ സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന് പറയുന്ന സങ്കല്പം, സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന് പറയുന്ന സങ്കല്പം സൃഷ്ടിക്കപ്പെടാനുള്ള അതിൻ്റെ പ്രത്യയശാസ്ത്ര വഴി നിർമ്മിച്ചെടുക്കുന്ന പുസ്തകമാണ് സ്വതന്ത്ര സമുദായം എന്ന് പറയുന്ന പുസ്തകം. ഡോക്ടർ ബി ആർ അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എഴുതും. സാഹോദര്യത്തിൻ്റെ മറ്റൊരു പേരാണ് ജനാധിപത്യം. യഥാർത്ഥത്തിൽ ഈ പുസ്തകം ജനാധിപത്യത്തിലേക്ക് തുറക്കുന്ന ഒരു വാതിലാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സ്നേഹാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.